Good. Good morning. Good morning. Am I audible? Hello? Yes. How was the meditation? Meditation എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, ഉഷാറായിരുന്നു. എന്താണ് നിങ്ങൾക്കുള്ള ഒരു ഫീഡ്ബാക്ക് എന്താണ്? Tell me your feedbacks. Tell me your feedbacks. Yes. All right. Very good. Thank you so much. I'm really happy that it was really helpful. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരുന്നു, നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ ആണ് എന്നുള്ളത് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഹാപ്പി. അമേസിങ്. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. നിങ്ങൾ എത്ര മണിക്കാണ് എണീറ്റത്? ഒന്ന് കമന്റ് ചെയ്യാമോ? എത്ര മണിക്ക് എണീറ്റത്? ജസ്റ്റ് കമന്റ് ഡൗൺ. ജസ്റ്റ് കമന്റ് ഡൗൺ. ജസ്റ്റ് കമന്റ്. എത്ര മണിക്ക് എണീറ്റു? വെരി ഗുഡ്. നിങ്ങളുടെ വിന്നിങ് മൊമെന്റ് എത്ര മണിക്ക് എണീക്കാൻ പറ്റി? നമ്മുടെ 5 AM ക്ലബ്ബിൽ നിങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ സെഷൻ ആണ്. ഓക്കെ, നമ്മുടെ കോഴ്സുകൾ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമന്റ് ചെയ്യുക. കോഴ്സുകൾ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയുള്ള ആൾക്കാരുണ്ടാവും. ഇന്ന് സൺഡേ ആണ്, അറിയാലോ. സൺഡേയുടെ പ്രത്യേകത എന്താണ്? ഇന്നത്തെ സെഷന്റെ പ്രത്യേകത എന്താണ്? കമന്റ് ചെയ്യുക. അറിയുന്നവർ കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ. ഇന്നത്തെ സെഷന്റെ പ്രത്യേകത എന്താണ്? ജസ്റ്റ് കമന്റ് ഡൗൺ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ടുഡേ സെഷൻ? ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ. ഇറ്റ്സ് മീ ദ റിയൽ മീ, അല്ലേ? ആ പ്രോഗ്രാമിന്റെ ദിവസമാണ് ഇന്ന്. ഇറ്റ്സ് മീ ദ റിയൽ മീ. നിങ്ങളുടെ സ്റ്റോറി ഷെയർ ചെയ്യുന്ന റിയൽ മീ സെഷനുള്ള അപ്പൊ നിങ്ങൾക്കറിയാം സൺഡേ എന്താണെന്നുള്ളത്. അപ്പം എല്ലാവരും എന്താ വെച്ചാൽ ഓൾറെഡി നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ മീ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, മീ എന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. നമ്മുടെ കോഴ്സുകൾ ഷാഫിൻ സ്പേസ് ഇത്രയും കാലം നടന്നതിൽ ഏതെങ്കിലും കോഴ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വരുത്തിയിട്ടുണ്ട് എന്നുള്ള ആൾക്കാർ എന്താ വെച്ചാൽ ജസ്റ്റ് കമന്റ് ഡൗൺ. ജസ്റ്റ് കമന്റ് ഡൗൺ. മീ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. യുവർ സ്റ്റോറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഷെയർ നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഓൾറെഡി നമ്മൾ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഗ്രൂപ്പുകളിലും ഒന്ന് ഷെയർ ചെയ്യാം. സോ ദാറ്റ് വി ക്യാൻ വെൽക്കം ദം. അവരെന്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, വെൽക്കം ചെയ്യുന്ന സെഷനിലേക്ക്. ആൻഡ് ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ ദം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ടെൽ മീ ഹു ആർ ദ പീപ്പിൾ. നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ആരൊക്കെ ഇവിടെ ഉണ്ട്? അനീത മാം ഇവിടെ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. And Rashida is here, Abida is here, and thank you. Where Sajira is here. Okay, very good. And who else? Sabida Osman. Okay, very good. Thank you so much. Yes, ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? Any questions? നിങ്ങൾക്ക് എന്തെങ്കിലും questions ചോദിക്കാനുണ്ടോ? If you have any questions, you can ask me. I'm happy to answer your questions. I'm really excited. 2 ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. സോ ഡിഡ് യു മിസ് മീ? നിങ്ങൾക്കത് ലൈക്ക് 2 ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു 2 ദിവസത്തെ ക്ലാസ്സുകൾ? 2 ദിവസം ഒരു ദിവസത്തെ ക്ലാസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചെന്ന് തോന്നുന്നു, അല്ലേ? സോ 2 days I was not here. I was in a very another കുറച്ച് ചുറ്റുപാടുകളിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് എത്താൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല. ഓക്കെ, കമന്റ് ഡൗൺ. ഹു എൽസ്? നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആരൊക്കെയുള്ളത് വേറെ? Is there anyone else? Sajira is there. Okay. Hi Sajira, thank you. Thank you so much for being here. ഇനി നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുനീറ is there. Hi Sunira. Sunira, can you share your experience? നമുക്ക് ഞാനൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ സുനീറ? Are you ready to answer? Or is there anyone? Yes, are you ready? Yes. Yes. Okay. Sunira, thank you so much for coming here. Sunira, can you just ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എവിടെയാണ് സ്ഥലം? പേരെന്താണ്? പേരറിയാം, സുനീറ എന്നാണ്. പക്ഷെ എന്നാലും എവിടെയാണ് സ്ഥലം, എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എങ്ങനെയാണ് ഈ കോഴ്സിലേക്ക് എത്തിയത്? എവിടെയാണ് സ്ഥലം? ഞാനിപ്പോ സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോ നിലവിലുള്ളത് പെരിന്തൽമണ്ണയാണ്. ഓക്കെ. ഞാൻ ഇടയ്ക്ക് മണ്ണാർക്കാട് ഉണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പൊ പെരിന്തൽമണ്ണയാണ് സ്ഥലം. നിങ്ങളുടെ സ്ഥലം എന്താ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിലവിൽ എന്താ ചെയ്യുന്നത് സുനീറ? ഞാന് ഒരു ടീച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഫോർ ട്യൂസ്. ഒരു ടീച്ചിങ് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലേ? യെസ്. ഓക്കെ. ഇപ്പൊ നിലവിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നിലവില് ഒരു എന്റർപ്രണർ ആയിട്ട് ചെറിയ തോതില് മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോ അത് കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടില്ലായിരുന്നു. പക്ഷെ വളരെ ഡൗൺ ആയി പോയതുകൊണ്ട് അങ്ങനെ ആരെയും മെന്റലി വന്ന ഒരു പെട്ടെന്ന് വന്ന ഷോക്ക് കാരണം അങ്ങനെ കുറച്ച് ഇതായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ വീണ്ടും
അൽഹംദുലില്ലാ ഒന്നുകൂടി ഉയർത്തി കൊണ്ടുവരാനുള്ള നല്ല ശ്രമത്തിലാണ്. അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു പോയിരുന്നത്. എന്താണ് അപ്പൊ പ്രോജക്റ്റ് എന്തായിരുന്നു? നിങ്ങളുടെ പ്രോജക്റ്റ് എന്തായിരുന്നു? എന്തായിരുന്നു ആ പരിപാടി? ബിസിനസ് എന്തായിരുന്നു? ഹലോ സുനീറ, ഇത് ഹലോ ഹലോ എന്ത് ബിസിനസ് ആയിരുന്നു എന്ന് പറയാവോ സുനീറ? ആം ഐ ഓഡിബിൾ? സുനീറ ഓഡിബിൾ അല്ലാന്ന് തോന്നുന്നു. ഹലോ, ഓക്കെ. എന്തോ സ്ട്രക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമാണോ സ്ട്രക്ക് ആയത്? എനിക്ക് സ്ട്രക്ക് ആയിട്ടുണ്ടോ? ഐ മീൻ ഞാനാണോ സ്ട്രക്ക് ആയിട്ടുള്ളത്? നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആം ഐ ഓഡിബിൾ? ഓഡിബിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, യെസ്, ഞാൻ ഓഡിബിൾ ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു സുനീറ ഷീ ഗോട്ട് ഡിസ്കണക്റ്റഡ്. ഓക്കെ, നിങ്ങളുടെ സ്റ്റോറി ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇന്ന് വരാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് ഉണ്ടായിരുന്ന, നമ്മൾ അസൈൻ ചെയ്തിരുന്ന സ്പീക്കർക്ക് ഗസ്റ്റിന് വരാൻ പറ്റിയിട്ടില്ല. അപ്പം അവർക്ക് ചെറുതായിട്ട് പനി, ഇങ്ങനെ ജലദോഷം, ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് എന്താ വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് എന്താ വെച്ചാൽ ആള് റെസ്റ്റിലാണുള്ളത്. അപ്പോൾ ആൾക്ക് എന്താ വെച്ചാൽ ഇന്നത്തെ സെഷനിലേക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പെട്ടെന്ന് മോർണിംഗിലാണ് മെസ്സേജ് കിട്ടിയത്. സോ നമുക്ക് ഇന്നത്തെ വെച്ചാൽ സർ നെറ്റ് പോയിട്ടുണ്ടായിരുന്നു. യെസ്, നെറ്റ് പോയി. ഓക്കെ സുനീറ, ക്യാൻ യു ഇപ്പൊ കേൾക്കാൻ ഓക്കെ. പറ്റും? ഓക്കെ. ഓക്കെ സുനീറ പറയൂ, ആക്ച്വലി എന്തായിരുന്നു നിങ്ങളുടെ ബിസിനസ്? എന്തായിരുന്നു പ്രോജക്റ്റ്? ക്ലീനിങ് പ്രോഡക്ട്സ് ആ. ഞാൻ തന്നെ എന്താ മേക്ക് ചെയ്ത് ഉം. സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത് സ്വന്തമായിട്ട് പഠിച്ച് ഒന്നുകൂടി ഉം. എക്സ്പീരിയൻസ് ആയി. അത് നല്ല രീതിയിൽ ഇങ്ങനെ മേക്ക് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ബിസിനസ് സംഗതികൾ അതെ ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ അതെ കൊണ്ടുവന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബിസിനസ്സിലേക്ക് സ്ട്രഗ്ലിംഗ് പീരീഡിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതെ കംപ്ലീറ്റ്ലി കൊളാപ്സ് ആവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി. ആ സമയത്താണ് നമ്മുടെ കോഴ്സിലേക്ക് വരുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ കോഴ്സിലേക്ക് വരുന്നതിന് മുൻപുള്ള ഒരു ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, തൊട്ട് മുമ്പുള്ള ലൈഫ് നോക്കുകയാണെങ്കിൽ ബിസിനസ് ഡൗൺ ആയി, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ബിസിനസ് ഡൗൺ ആയി. ഞാൻ പിന്നെ ഒന്നിലൊട്ടും താല്പര്യമില്ലാത്ത രൂപത്തില് സ്വയം ഉം. കുറ്റപ്പെടുത്തലും ഒരു ഭയങ്കര വിഷമവും അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നിലും പഴയ പോലെ ഒന്നിനും വിജയിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. ഉം. ഞാന് ഓക്കെ. ഡ്രൈവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഡ്രൈവിങ്ങിലൊന്നും ഒട്ടും കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയും. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് പഠിച്ചിരുന്നു. പക്ഷെ അത് അതിനൊന്നും ധൈര്യത്തില് എത്താൻ പറ്റാത്ത, മുമ്പേ അത്ര അത്യാവശ്യമില്ലാത്തതുകൊണ്ട് അത് തിരിഞ്ഞു നോക്കി നേരെ കൂടെ ആളുണ്ടായിരുന്നോണ്ട് അത് പ്രശ്നം എന്തിനാ. ഇപ്പൊ അത്യാവശ്യമായിട്ട് നോക്കുമ്പോ പെട്ടെന്ന് ഒട്ടും ധൈര്യം കിട്ടാതെ വെറും മനസ്സ് നെഗറ്റീവിലേക്ക് മാത്രം പോണ ഒരവസ്ഥ. അതിനൊക്കെ ഉം. ഭയങ്കര ചേഞ്ചാണ്. നല്ല ചേഞ്ചാണ് ഇപ്പൊ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അന്ന് ചിന്തിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങളോട് പറഞ്ഞിരുന്ന, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം ചില ആൾക്കാർ, ഇപ്പോൾ കോഴ്സ് ചെയ്യാത്ത ആൾക്കാരോ അല്ലെങ്കിൽ കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരോ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. ആ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില 3-4 നെഗറ്റീവ് വേർഡ്സുകൾ ഉണ്ടാവും നമ്മൾ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ. അത് നമുക്കൊരു പാറ്റേൺ ആയി മാറിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ കാര്യം ചോദിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആക്ച്വലി അന്ന് ഈ കോഴ്സിലേക്ക് വരുന്നതിന് മുൻപ് സുനീറയോട് പറഞ്ഞിരുന്ന, സുനീറയെ കുറിച്ചോ അല്ലെങ്കിൽ സുനീറയുടെ അവസ്ഥയെക്കുറിച്ചോ ഒക്കെ സുനീറയോട് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന, ഒരു ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 1, 2, 3, 4 നെഗറ്റീവ് വാക്കുകൾ ഉണ്ടാവും. അത് ഏതാണെന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ ഏതായിരിക്കും എന്നുള്ളത്? മറ്റുള്ളവർക്ക് അത് റിലേറ്റ് ഞാൻ ചെയ്യും. എന്നെ മോട്ടിവേറ്റ് ചെയ്ത് EFT ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്ത് രൂപേഷ് സാറാണ് സാർ. ഓക്കെ, രൂപേഷ് സാറാണ്. ഓക്കെ, അതെ. അല്ല ഞാൻ ചോദിക്കുന്ന അതല്ല, നിങ്ങളുടെ മനസ്സിലായി. കോഴ്സ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു നെഗറ്റീവ് വേർഡ്സ്, 3-4 നെഗറ്റീവ് വേർഡ്സ് ഉണ്ടാവും. നിങ്ങൾ കൂടുതൽ ഡൗൺ ആക്കുന്നതിലേക്ക് അത് നയിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ചില നെഗറ്റീവ് ആയിട്ടുള്ള ചില വാക്കുകൾ ഉണ്ടാവും. അതായത് എനിക്കെല്ലാം പോയി, എനിക്കെല്ലാം യെസ്. നഷ്ടം. അങ്ങനെ എന്ത് വാക്കുകളാണ് നിങ്ങളോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഏറ്റവും ഞാന് കൂടുതൽ ഞാൻ എങ്ങനെയാ വെച്ചാല് പൊതുവെ നമ്മള് എന്താ വയസ്സൊക്കെ വെറും സംഖ്യയാണ്. ഞാൻ എല്ലാം നേടും. ഞാന് ഭയങ്കര ആക്റ്റീവാ. പൊതുവെ അങ്ങനത്തെ ഒരു ആളായിരുന്നു. ഭയങ്കര ആക്റ്റീവാവുക, ഒന്നും പ്രശ്നമാക്കാതെ എല്ലാം നേടണം, ഉയരണം, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രകൃതമായിരുന്നു. പിന്നെ എല്ലാവർക്കും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ പൊതുവെ അങ്ങനെ ഓടിച്ചാടി അങ്ങനെ ഒരു പ്രകൃതമായിരുന്നു. സ്വന്തം പൊതുവെ എന്റെ കാര്യത്തിൽ ഒട്ടും ഒരു ഇമ്പോർട്ടന്റ് കൊടുക്കാതെ എല്ലാം മറ്റുള്ളവരെ സഹായിക്കണം, അങ്ങനത്തെ ആ ചിന്ത മാത്രം, വെറും അതിനേക്ക് വേണ്ടി മാത്രം, അങ്ങനത്തെ ആ ഒരു ഇതിലെ അവസ്ഥയിരുന്നു. അതുപോലെ പാർട്ട്ണർക്കൊക്കെ ഭയങ്കരമായിട്ട് കഴിയണത്ര എന്തെങ്കിലുമൊക്കെ ഡൗൺ ആയ പ്രശ്നങ്ങൾ വരുമ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പോയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഹാപ്പി, അതേ റിയലി ഹാപ്പി ആയിരുന്നു ഒരുപാട് കാര്യങ്ങളിലൊക്കെ. പക്ഷെ പെട്ടെന്ന്
അങ്ങനെ അദ്ദേഹത്തിന് അറ്റാക്ക് വന്ന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് സംഭവിച്ചു പോയപ്പോ ഇത്രയൊക്കെ ഞാൻ ഇങ്ങനൊക്കെ ആയിട്ടും എന്നാലും എനിക്ക് ഇങ്ങനെയാണല്ലോ വന്നത്. പിന്നെ അത് മാത്രായി ഞാൻ അത്രയൊക്കെ ഇങ്ങനൊക്കെ ആയിട്ടും എന്നാലും എനിക്ക് ഇങ്ങനെയാണല്ലോ സംഭവിച്ചത്. ഈ ഒരൊറ്റ വാക്കും അതെ, ഈ ഇങ്ങനെ വാക്കായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തത്. യെസ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇങ്ങനെയൊക്കെ ജീവിച്ച് പോസിറ്റീവായൊക്കെ ചിന്തിച്ച് പോയിട്ടും എനിക്ക് ഇങ്ങനെയാണല്ലോ സംഭവിച്ചത്, എനിക്ക് അങ്ങനെ ഇങ്ങനെയാണല്ലോ സംഭവിച്ചത്. ഈ വേർഡാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ? എനിക്ക് വെറും നിർഭാഗ്യേ വരുള്ളൂ. വെറും ആ ചിന്ത മാത്രായി പിന്നെ എനിക്ക് അങ്ങനായി. നിർഭാഗ്യം മാത്രമേ വരുള്ളൂ. ഇതേപോലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അവിടെ ഉണ്ടാവും. നിങ്ങൾ ഒന്ന് അങ്ങനെയുള്ളവരുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ഇതേ രീതിയിലുള്ള ഒരു ചിന്താഗതിയോ സിമിലർ ഇതുപോലെ മറ്റുള്ള ചിന്താഗതി നിങ്ങൾക്ക് എന്താ ഉള്ളത്? ഒന്ന് കമന്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷൻ ഒരു എക്സസൈസ് പോലെ പോകാം. നമുക്ക് സെൽഫ് അവെയർ ആകാൻ വേണ്ടിയിട്ട് ഇതേ സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ ഇതേ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ. അതേപോലെ തന്നെ ഇതുപോലെ സിമിലർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിന്തകളായിരിക്കും. എനിക്ക് നിർഭാഗ്യമാണ്, അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ നടക്കില്ല, എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും നടക്കില്ല, അല്ലെങ്കിൽ ഞാൻ പോരാ, അല്ലെങ്കിൽ ഞാൻ ഒരു മടിയൻ, ഇങ്ങനെ എന്തെങ്കിലും വേർഡ്സ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാർ എന്ത് വെച്ചാൽ കമന്റ് ചെയ്യുക. കോഴ്സ് ചെയ്തിട്ടുള്ള സജീറ പറയുന്നു ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാല് ഇങ്ങനെയുള്ള ചലഞ്ചസിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇപ്പോ സുനീറ, ഇപ്പൊ എന്താണ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്താ നിങ്ങൾ പഠിച്ചത്? ഇത് ഈ ഒരു ചിന്തയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എന്തോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഏറ്റവും കൂടുതൽ എന്താ ഏറ്റവും കൂടുതൽ ഞാൻ ഒരുപാട് ഇതിന്റെ മുമ്പൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാവരും ചിന്തിക്കും ഒരു വെള്ള പേപ്പറിൽ ഒരു കറുത്ത കുത്തുണ്ടെങ്കിൽ ഈ കറുത്ത കുത്ത് മാത്രമേ എല്ലാവരും കാണുള്ളൂ, ബാക്കി ബ്ലാങ്ക് ഒന്നും കാണൂല എന്ന് പറഞ്ഞിട്ട് ആ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും തലയിൽ കയറിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ആ ഒരു ലെവലിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ, അതായത് അള്ളാഹു തന്ന ദൈവം തന്ന ഒരുപാട് അനുഗ്രഹങ്ങളില് ചിലതൊക്കെ നഷ്ടപ്പെടും, ഒരുപാട് അതിനേക്കാൾ തിരിച്ചു കിട്ടാനുള്ളത് ഉണ്ടാവും. അപ്പൊ ഒരുപക്ഷെ അതിനേക്കാൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പ്രൊഡക്റ്റിലൊക്കെ ഒരുപാട് ഫീഡ്ബാക്ക് വളരെ പോസിറ്റീവായ എന്നെ ഭയങ്കര ഹാപ്പി ആക്കുന്ന ഒരുപാട് ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്റെ ടീച്ചിങ്ങില് ഭയങ്കരമായിട്ട് നല്ല ഹാപ്പിയായി ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ അത് നെവർമെന്റ് ആക്കിയിട്ട് എന്തെങ്കിലും ചെറിയ പോസിറ്റീവ് വന്ന് അതിന് മാത്രം കുടുങ്ങി കിടക്കുക. പിന്നെ ഇങ്ങനെ കൂടി ആയപ്പോ ഭയങ്കരമായിട്ട് അതവിടെ ഷോക്കഡായി. അപ്പൊ ഇപ്പൊ ആ ലെവലിൽ നിന്ന് മാറി എനിക്ക് തോന്നുന്നു കുറച്ച് പോസിറ്റീവ് ചിന്തകളിലേക്ക് പോയപ്പോ കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട് എന്ന് ഒരു തോന്നലുണ്ട് ഇപ്പൊ. അപ്പൊ അങ്ങനത്തെ ഒക്കെ കിട്ടിയപ്പോ അതൊക്കെ തിരിച്ചറിഞ്ഞ് അതിലൊക്കെ ഒരു സന്തോഷം കണ്ടെത്താനുള്ള ഒരു ഹാപ്പിനെസ് കണ്ടെത്താനുള്ള ആ ഒരു മെന്റാലിറ്റിയിലേക്ക് ഞാനിപ്പോ എത്തിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. വെരി ഗുഡ്. അതായത് ഇപ്പൊ ഇതിനു മുൻപ് ഒരു എന്താ പറയാ, എനിക്ക് ഇങ്ങനെയാണല്ലോ സംഭവിച്ചത് എന്ന് ചിന്തിച്ചപ്പോ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ആ ഫീലിംഗ് ഒരു പ്രതീക്ഷയില്ലാത്ത ഫീലിംഗ് ആയിരുന്നു. ഇനിയൊന്നും പ്രതീക്ഷയില്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫീലിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. ഒരു പ്രതീക്ഷയുടെ ഫീലിംഗ് ആണുള്ളത് അല്ലെ? യെസ്, അത് സാർ. ഈ പ്രതീക്ഷയുടെ 24 ഫീലിംഗ് മണിക്കൂർ അതിനെപ്പറ്റി എന്താ കരഞ്ഞുകൊണ്ട് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഫുൾ ടൈം കരച്ചിലായിരുന്നു പണി. പിന്നെ രാത്രി ഉറക്കം കുറവുണ്ട് എങ്കിലും ഒരു ഉറങ്ങുന്ന സമയം കുറച്ച് ഡീപ്പായിട്ട് കിട്ടുന്നുണ്ട്. മറ്റത് ഒട്ടും ഉറക്കം ചെറിയൊരു അനക്കം കേട്ടാൽ ഞെട്ടിയോണര് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ച് മാറ്റമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ എന്തെല്ലാം മാറ്റങ്ങൾ ഇപ്പൊ ജീവിതശൈലിയിൽ മാറ്റം വരുത്തി? കോഴ്സിൽ വന്നതിന് ശേഷം ഏതെല്ലാം രീതിയിൽ മാറ്റങ്ങൾ വരുത്തി? വല്ല മാറ്റങ്ങളും വരുത്തിയോ? ഫോർ എക്സാമ്പിൾ ഉറങ്ങുന്ന സമയം നേരത്തെ ആക്കി, അല്ലെങ്കിൽ ഉണരുന്ന സമയം കറക്റ്റ് ആക്കി, എന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും ദിനചര്യകൾ സ്റ്റാർട്ട് ചെയ്തോ? പ്രാക്ടീസുകൾ സ്റ്റാർട്ട് ചെയ്തോ? എന്തൊക്കെ സ്റ്റാർട്ട് ചെയ്തു? സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ജോയിൻ ചെയ്യാറുണ്ട്. കുറെ ആയിട്ട് സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ജോയിൻ ചെയ്യാറുണ്ട്. ഓക്കെ. ഇന്നലെ വീട്ടില് ഒരു മരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിന്റെ സഹോദരി. അപ്പൊ 1-2 ദിവസമായിട്ട് അത് കടിയില്ല. പക്ഷെ വീണ്ടും മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ മിഞ്ഞാന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അതുപോലെ ഉറങ്ങുന്ന സമയം മാക്സിമം നേരത്തെ 10 മണി ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അതിന്റെ മുമ്പ് വൈകി ഉറങ്ങുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, എല്ലാം വൈകി. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ എണീക്കും. പക്ഷെ എണീക്കുമ്പോ അത്രയും ഉറക്കം നഷ്ടപ്പെടും, എന്നിട്ട് നല്ല ഡള്ളാവും. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അപ്പൊ മാക്സിമം നേരത്തെ ഒരു കൃത്യനിഷ്ഠ, അതുപോലെ പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന ഒരു കാര്യം, ആരോടെങ്കിലും നോ പറയാ എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു കാര്യത്തിലും എനിക്ക്. അത് എന്നെ എത്ര മോശമായിട്ട് ബാധിക്കുന്ന കാര്യമാണെങ്കിലും. പക്ഷെ എനിക്ക് അതിലൊരു ഇത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നോ പറയുന്നിടത്ത് നോ പറയണം എന്ന ഒരു എന്താ പറയാ, ആ ഒരു ഇത് തോന്നുക, ഒരു കോൺഫിഡന്റ് തോന്നും.
ഓക്കെ ആ ഒരു ചില സമയത്ത് പെട്ടെന്ന് അവനെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ എന്നുള്ള ആ ഒരു വ്യക്തത ചില സമയത്ത് മൈൻഡിൽ തോന്നുന്നുണ്ട്. ഓക്കെ അതായത് പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ആ ചില സമയത്ത് നമുക്ക് ഇനിയിപ്പോ ഇവിടെ എന്ത് ചെയ്യും, അവരോടൊക്കെ എങ്ങനെ അങ്ങനെ പറയാം, അത് ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും മോശം, പക്ഷെ അത് ശരിയല്ലല്ലോ, അങ്ങനെ സമയം അതുപോലെ സമയത്തിന്റെ ഒരു അങ്ങനെ അപ്പൊ അതൊക്കെ ഒരു പെട്ടെന്ന് അത് തീരുമാനം എടുത്ത് കാര്യങ്ങൾ റെഡിയാക്കാനുള്ള ആ ഒരു ഇതിലേക്ക് എത്തുന്നുണ്ട്. എത്തിച്ചേരുന്നു. ഓക്കെ വെരി ഗുഡ്. അപ്പോൾ ഇനി ടോട്ടലി അടുത്തൊരു മനസ്സിൽ നല്ലൊരു പവർ, കുറച്ച് നല്ല മാറ്റമുണ്ട്. ഓക്കെ ഓക്കെ, ഓക്കെ 1 താങ്ക് യു മിനിറ്റ്. സർ. ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ആരോടാണ് ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഈ ഒരു ജേണിയിൽ, ഈ ഹീലിംഗ് ജേണിയിൽ, ആരോടാണ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതിന്റെ നന്ദി പറയാനുള്ളത്? ആരോടൊക്കെയാണ് നിങ്ങൾ ആരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള? മെന്റേഴ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരും ആകാം, അങ്ങനെ പലരും ആകാം. ആരാ നിങ്ങളെ ശരിക്കും ഈ ഒരു യാത്രയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ വരാനുള്ള കാരണം എന്തായിരുന്നു? ആദ്യമായി താങ്ക്സ് ഫോർ ഗോഡ്, അൽഹംദുലില്ലാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ രൂപേഷ് സാറിനെ ഞാനൊന്നുമില്ല, ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പിന്നെ നീ പിശുക്കിയാണ് നടക്കാൻ പറഞ്ഞിട്ട് എന്നെ പരിഹസിച്ചിട്ട് അത്രയും ഇത് നല്ലൊരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മൂപ്പര് അത്രയും പ്രൊമോട്ട് ചെയ്ത, അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ കയറിയതാ. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഈ ഇത് ക്ലാസ് കേട്ടപ്പോ മൈൻഡിന് ഒരു പവർ, ഒരു മെന്റൽ ആയിട്ടൊരു ഇത് ഒക്കെ ആയപ്പോ അങ്ങനെ എന്തായാലും ചെയ്തു നോക്കാന്ന് വിചാരിച്ച് കയറി. പിന്നെ സാറ് വളരെ നല്ല ഒരു എന്താ പറയാ, നല്ല യൂസ്ഫുൾ ആയ രൂപത്തിൽ തന്നെയാണ് സാറിന്റെ ക്ലാസ്സും മെഡിറ്റേഷനും എല്ലാം വളരെ പവർഫുൾ ആണ്. അതിന് താങ്ക് യു സാറിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ ടീം പിന്നെ മെമ്പേഴ്സ്, നമ്മുടെ എന്റെ മെന്റേഴ്സ് മെന്റർ വളരെ മെന്റർ വളരെ സപ്പോർട്ടീവ് ആണ്. ഫെബിന. ഓക്കെ ഫെബിന. ഓക്കെ നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആണ്. ഏതെല്ലാം രീതിയിലാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? എന്റെ സൗകര്യത്തിനനുസരിച്ച് കുറച്ചൊരു ചിലപ്പോ നമുക്ക് ആ ഒരു ഇതിനെ കംഫർട്ടായിട്ട് നിന്ന് തരുന്ന ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ ഓക്കെ. പിന്നെ എന്റെ ഒരു ബ്രദർ ഉണ്ട്, അവൻ എന്നെല്ലാം സപ്പോർട്ട് ചെയ്യും. എന്റെ ഒരു അനിയുണ്ട്, ഓക്കെ അവന് പിന്നെ സപ്പോർട്ട് ചെയ്യണോണ്ടാണ് പിന്നെ എനിക്ക് ഈ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഏറ്റവും കൂടുതലും എന്റെ ഒരു ബ്രദറാണ്. ഓക്കെ അപ്പൊ എന്തായാലും എല്ലാ കൊണ്ടും ലൈഫിൽ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശുഭ പ്രതീക്ഷയാണ്. ഇനി അടുത്തൊരു പ്ലാൻ എന്താ നിങ്ങളുടെ? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? ഇനി അടുത്തൊരു ടാർഗറ്റ് എന്താണ്? എന്ത് ചെയ്യണം? ഇപ്പൊ കോഴ്സ് ചെയ്തു, ശുഭ പ്രതീക്ഷ വന്നു, ബിസിനസിന്റെ കാര്യം ഉണ്ടായിരുന്നു, കുറച്ച് ഡൗൺ ആയിരുന്നു. ഇനി അതിലൊക്കെ എന്തെങ്കിലും പുതിയ ഗോളുകൾ സെറ്റ് ചെയ്തോ? വാട്ട് ഈസ് യുവർ ഫീലിങ്സ്? ഇൻഷാല്ലാ ഞാന് എന്താ ഇപ്പോഴും കൊറേ ആയിട്ട് ഇങ്ങനെ മറ്റൊരു ഇതിലൊക്കെ ഒന്നും തിരിയാതെ ഇങ്ങനെ എല്ലാം നിൽക്കും. അതുപോലെ ഒരുപാട് ഇങ്ങനെ മറ്റൊരു കല്യാണം സ്വീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കേൾക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. തലട്ടുള്ളൊക്കെ എനിക്ക് ഇന്നോട് പറയുന്ന ആളുകളോടൊക്കെ വല്ല അവരെ ഉപദ്രവിക്കാൻ തോന്നണം, അത്രയും രൂപത്തിലായിരുന്നു എന്റെ മനസ്സുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഇനി തീർച്ചയായിട്ടും അതായത് ഒരു ബെറ്റർ ഫ്യൂച്ചർ ലൈഫ് ഇനിയിപ്പോ തീർച്ചയായിട്ടും ഇനിയും കാലാകാലം നമുക്ക് അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫ് പാർട്ണറെ നമുക്ക് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ണർ അല്ലെങ്കിൽ പല പല കേസിൽ ഇപ്പോൾ ഡിവോഴ്സ് കേസ് വരെ സംഭവിക്കുന്ന കേസുകളിൽ വരെ പലർക്കും എന്താ വെച്ചാൽ സെപ്പറേറ്റഡ് ആ ഡിവോഴ്സ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ലൈഫിൽ പിന്നീട് വേറൊരു പാർട്ണറെ സ്വീകരിക്കാൻ ചിലപ്പോൾ കഴിയില്ല. അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും, വലിയ ബ്ലോക്കായിട്ട് മാറും. അപ്പോൾ അത് അങ്ങനെ ബ്ലോക്കുകളൊക്കെ അത് പലർക്കും എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കും ഓക്കെ അതാണ് ശരി, അതാണ് നല്ലത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫിൽ വരുന്ന ബ്ലെസ്സിങ്സിന് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന സാധ്യതകൾ നമ്മളായിട്ട് തടഞ്ഞു വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹീലിംഗ് ചെയ്തതോടുകൂടി അത് നമ്മുടെ ബ്ലോക്കുകൾ കൊണ്ടും നമ്മൾ അനുഭവിച്ചിട്ടുള്ള പെയിന് കൊണ്ടും നമുക്ക് ഉണ്ടായി വരുന്നൊരു സംഗതിയാണ്. ബ്ലോക്കാണ് അത്, ഇമോഷണൽ ബ്ലോക്കാണ്. ആ ഇമോഷണൽ ബ്ലോക്കൊക്കെ ഹീൽ ചെയ്യപ്പെടുമ്പോൾ ക്ലിയർ ആവുകയും പുതിയൊരു ബെറ്റർ ലൈഫ്, ഒരു നല്ലൊരു അബണ്ടന്റ് ആയിട്ടുള്ള ലൈഫ് നയിക്കാനുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരികയും പുതിയ പ്രതീക്ഷയിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യും. അതിങ്ങനെ പറയാം, നമ്മുടെ ഒരു പാസ്റ്റ് ലൈഫ് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈ ഫ്രീ ആവില്ല. വേറൊരാൾ നമ്മുടെ ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ കൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൈ ഫ്രീ ആക്കി വെക്കണം എന്ന് പറയാം. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് സുനൈറ, ഫോർ യുവർ എക്സ്പീരിയൻസ്. ഇത്രയും നേരം എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. ഇനി ആരെങ്കിലും ഇതേപോലെ നമ്മുടെ പ്രോഗ്രാമിൽ ആരെങ്കിലും പങ്കെടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഷെയർ ചെയ്യാം. ഇതേപോലെ സിമിലർ എക്സ്പീരിയൻസ് ഉള്ള പലരും ഉണ്ടാകും. ആർക്കെങ്കിലും താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ്. ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ 23-ാം തീയതി നമ്മുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്.
എന്താണ് ലൈക്ക് ആ ഒരു പ്രോഗ്രാം കൊണ്ട് 23-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിൽ ഏകദേശം നമ്മുടെ പ്രോഗ്രാം 60 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. 30 ഡേയ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, 60 ഡേയ്സിന്റെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് രണ്ടും ഡിഫറെന്റ് പാക്കേജ് ആണ്. സെയിം കോഴ്സ് തന്നെയാണ്, കൂടുതൽ ടൈം സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് മാത്രം. അപ്പൊ അതിനനുസരിച്ച് എന്താ വെച്ചാൽ അതേപോലെ തന്നെ വി വിൽ ബി ഹാവിങ് 45 ഡേയ്സ് പ്രോഗ്രാം ആസ് വെൽ. അതായത് 30 ഡേയ്സ് പ്രോഗ്രാം, 45 ഡേയ്സ് പ്രോഗ്രാം, ദെൻ 60 ഡേയ്സ് പ്രോഗ്രാം. അങ്ങനെയുള്ള രീതിയിലാണ് പ്രോഗ്രാം ഉള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രാൻസ്ഫോം സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 1 പേഴ്സണെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അസൈൻ ചെയ്തു തരും കേട്ടോ. ഇതിന് പുറമെ നമ്മൾ എന്താ വെച്ചാൽ 10 ദിവസത്തെ ഓൺലൈൻ സെഷനും ഉണ്ടാകും. അപ്പൊ ടോട്ടൽ നിങ്ങൾ എടുക്കുന്ന 30 ഡേയ്സിന്റെ പ്രോഗ്രാം ആണെങ്കിൽ 40 ഡേയ്സ് പ്രോഗ്രാം ഉണ്ടാവും. 40 ഡേയ്സിന്റെ ഒരു പാക്കേജ് ആയിരിക്കും. ദെൻ 45 ഡേയ്സിന്റെ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് 55 ഡേയ്സോളം ഉണ്ടാവും. 60 ഡേയ്സിന്റെ പ്രോഗ്രാം ആണ്. അപ്പോൾ ഈ 10 ഡേയ്സ് കോച്ചിങ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ശരിക്കും നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യും, ട്രാൻസ്ഫോം ചെയ്തിട്ട് വേറെ ലെവലിലേക്ക് എന്ത് ചെയ്യും, ആയി വരും. അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ ഉണ്ടാവും ചാറ്റിൽ. നമ്പർ എന്ത് ചെയ്യുക, ശരത് ആ നമ്പർ അത് എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. പ്ലീസ് ഷെയർ പോസ്റ്റ് നമ്പേഴ്സ് സോ പീപ്പിൾ ക്യാൻ കോൺടാക്ട്. ഓക്കെ. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പാണ്. നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് അതിൽ നിന്നുണ്ടായിട്ടുള്ള ട്രോമാസ് ഉണ്ടാകും. പല രീതിയിലുള്ള ഇമോഷണൽ ബ്ലോക്കുകൾ ഉണ്ടാകും. ആ ഇമോഷണൽ ബ്ലോക്കുകളെ റിമൂവ് ചെയ്യുകയും ലിമിറ്റിംഗ് ബിലീഫ്സിനെ റിമൂവ് ചെയ്യുകയും നമ്മുടെ ലൈഫ് സ്റ്റെക്കാക്കി നിൽക്കുന്നത് 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫുകളാണ്. ശരാശരി ഒരു മനുഷ്യന് 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫുകൾ ഉണ്ടാവുന്ന പറയുന്നത്. ഈ ലിമിറ്റിംഗ് ബിലീഫുകൾ ഉണ്ടാകുന്നത് 3,000-ഓളം നമ്മൾ അനുഭവിക്കുന്ന പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ്. പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പല രീതിയിലായിരിക്കാം. അത് ചെറുപ്പകാലത്ത് ഉണ്ടാകുന്നതായിരിക്കാം, ടീനേജ് പ്രായത്തിൽ ഉണ്ടാകുന്നതായിരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു യുവാവായി യുവതിയായി ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ മാരേജിന് ശേഷം ഉണ്ടായതായിരിക്കാം. വട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഒരു 30-35 വയസ്സിന്റെ അല്ലെങ്കിൽ ഇത്രയും കാലത്തിനിടയിൽ എപ്പോഴൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താ വെച്ചാൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും നിങ്ങൾ ഓരോ പ്രശ്നത്തിനെയും നിങ്ങൾ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ അതിനെ കാണുന്നു. അത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന നെഗറ്റീവായിട്ടാണ് അനുഭവപ്പെടുന്നതെങ്കിൽ, പെയിൻഫുൾ ആണെങ്കിൽ നെഗറ്റീവായിട്ട് നിങ്ങൾ കാണാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് അനുഭവിച്ചതെങ്കിൽ പോസിറ്റീവായിട്ട് കാണാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളുടെ ഇതിനു മുൻപുള്ള നമ്മളുടെ അനുഭവങ്ങൾ വെച്ചിട്ട് വേദനകൾ വെച്ചിട്ട് വേദനാജനകമായ അനുഭവങ്ങളാണ് തുടക്കം മുതൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമിലൂടെ ആയിരിക്കും, ഒരു വേദനയുടെ ഫ്രെയിമിലൂടെ, ഒരു നെഗറ്റിവിറ്റിയുടെ ഫ്രെയിമിലൂടെ ആയിരിക്കും, നെഗറ്റീവ് ഇമോഷൻസിന്റെ ഫ്രെയിമിലൂടെ ആയിരിക്കും കാര്യങ്ങളെ നമ്മൾ കാണുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ നോക്കി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കാണുമ്പോൾ നമുക്കതൊരു ബ്ലോക്കായിട്ട് മാറുകയും അതൊരു ട്രോമയായിട്ട് മാറുകയും അത് നമ്മളെ വല്ലാണ്ട് തളർത്തിക്കളയുകയും അതിൽ നിന്ന് നമ്മൾ ഓരോ അനുഭവത്തിൽ നിന്നും നമ്മൾ ഒരു ഡിസിഷൻ എടുക്കും, ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം നമ്മളുടെ ബിലീഫ് സിസ്റ്റത്തെ സ്ട്രോങ് ആക്കി മാറ്റും. അത് നെഗറ്റീവായ തീരുമാനമാണ് എടുക്കുന്നത് എങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉള്ള ഒരാളായി മാറും. ആ ബിലീഫ് സിസ്റ്റം നമുക്ക് എന്ത് തരും, ഒരു ലിമിറ്റിംഗ് ബിലീഫ് നൽകും. അപ്പം ഒരു അനുഭവത്തിൽ നമ്മൾ ഒരു അർത്ഥം നൽകുന്നു, ആ മീനിങ് കൊടുക്കുന്നു. മീനിങ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ അതിനെ കാണുന്നു. നെഗറ്റീവായിട്ടാണ് കാണുന്നത് എങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നു. ആ നെഗറ്റീവായിട്ടുള്ള തീരുമാനം അതിനനുസരിച്ച് നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നു, പെയിൻ ഉണ്ടാകുന്നു, കാര്യങ്ങൾ. അതിൽ നിന്ന് ഒരു നെഗറ്റീവ് തീരുമാനം എടുക്കുന്നു. ആ തീരുമാനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോകത്തെക്കുറിച്ചോ നമ്മളെക്കുറിച്ചോ നമ്മൾ എന്ത് ചെയ്യുന്നു, ചിന്തിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ടു. നമുക്ക് തോന്നുന്നത് ഞാൻ കൊള്ളാത്തവനാണ്, അല്ലെങ്കിൽ എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആരും അവസരങ്ങൾ തരുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ പല രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കാം. ആ ചിന്തകളെ ബേസ് ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കും. ആ തീരുമാനം നമ്മളുടെ കാഴ്ചപ്പാടായിട്ട് മാറും. ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, നമ്മുടെ കഴിവുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ആയിട്ട് മാറും. ഇതാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലൈഫ് നിയന്ത്രിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ലൈഫ് നിയന്ത്രിക്കുന്നത്. ആൻഡ് അത് നമ്മളുടെ ലൈഫ് നിയന്ത്രിക്കുന്നതോട് കൂടിയിട്ട് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഇതുപോലെ നമുക്ക് സെറ്റ് ആയിരിക്കുന്ന ഒരു നെഗറ്റീവോ പോസിറ്റീവിലോ ഒരു പാറ്റേൺ രൂപത്തിൽ, ഒരു നെഗറ്റീവ് പാറ്റേണോട് കൂടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ലോകത്ത് നമ്മുടെ ലൈഫിനെ കാണാൻ പറ്റും. പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന സംസാരത്തിൽ വരും, എനിക്കത് വയ്യ, എനിക്കിത് വയ്യ, എനിക്കിഷ്ടമില്ല. എവിടെ നിൽക്കുകയാണെങ്കിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്.
ഏതൊരവസ്ഥയിൽ നിൽക്കുകയാണെങ്കിലും അവിടെ നിങ്ങൾക്ക് അവിടെ ഒരു പ്ലസ് ഉണ്ട്, അവിടെ ഒരു നന്മയുണ്ട്, അവിടെ നിന്നുകൊണ്ട് പലതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വാട്ട് ഐ ക്യാൻ ഡു നൗ, എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ എനിക്ക് എന്തായിത്തീരാൻ പറ്റും, ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എന്ത് നല്ലതുണ്ട്, ഈ നാട്ടിൽ എന്ത് നല്ലതുണ്ട്, ഇവിടെ എന്ത് അവസരങ്ങളുണ്ട് എന്ന് ചിന്തിച്ച്, ഈ നാട്ടിൽ എന്തുണ്ട്, ഇവിടെ എന്ത് അവസരങ്ങളുണ്ട്, ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട്, വാട്ട് ക്യാൻ ഐ ഡു, വാട്ട് ക്യാൻ ഐ ക്രിയേറ്റ്, എനിക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് കംപ്ലൈന്റ് ചെയ്യുന്നതിന് പകരം ഹൗ ക്യാൻ ഐ ക്രിയേറ്റ്. ദ പീപ്പിൾ ഹു സക്സീഡ്, വിജയിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ദേ വിൽ ക്രിയേറ്റ്. അവർ ക്രിയേറ്റ് ചെയ്യും, അവർ സൃഷ്ടിക്കും, അവരെന്ത് ചെയ്യും, സൃഷ്ടിക്കും. ദേ വിൽ ക്രിയേറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. അവർക്ക് അവസരങ്ങളില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ദേ വിൽ ടെൽ ദംസെൽവ്സ് ഐ വിൽ ക്രിയേറ്റ് മൈ ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങളില്ലേ, ഐ വിൽ ക്രിയേറ്റ് മൈ ഓപ്പർച്യൂണിറ്റി. എനിക്ക് അവസരങ്ങൾ ഞാൻ ക്രിയേറ്റ് ചെയ്യും. എനിക്ക് പണമില്ലേ, ഞാൻ ക്രിയേറ്റ് ചെയ്യും. എനിക്ക് നല്ല ബന്ധങ്ങളില്ലേ, ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഐ വിൽ ക്രിയേറ്റ്. ഐ എം എ ക്രിയേറ്റർ. ഐ ക്യാൻ ക്രിയേറ്റ്. ഹൗ യു ഗോണ ക്രിയേറ്റ്? വിത്ത് യുവർ ക്രിയേറ്റിവിറ്റി. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട്, അതുകൊണ്ടാണ് അതിന് വേണ്ടി ക്രിയേറ്റിവിറ്റി ഇത് പേരിട്ടത്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ടു ക്രിയേറ്റ്. ഇറ്റ്സ് ആൾസോ കാൾഡ് റിസോഴ്സ്ഫുൾനെസ്. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള കഴിവ്. ആ കഴിവ് നിങ്ങൾക്കുണ്ട്. അത് നമ്മളുടെ ബുദ്ധി എന്ന് പറയുന്ന കഴിവാണ്, നമ്മുടെ മൈൻഡിന്റെ ക്വാളിറ്റിയാണ്. ആ മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് എന്താണോ ഇല്ലാത്തത് അതിനെ സൃഷ്ടിച്ചെടുക്കുക. സോ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കണം. ആ സൃഷ്ടിച്ചെടുക്കുന്നിടത്ത് ലിമിറ്റിംഗ് തിങ്കിങ് ഉണ്ടാവരുത്, ഒരു നെഗറ്റീവ് പാറ്റേൺ ഓഫ് തിങ്കിങ് ഉണ്ടാവരുത്. ഒന്നും പോരാ, അല്ലെങ്കിൽ ഞാൻ ശരിയല്ല. ഇപ്പൊ ഇവിടെ നേരത്തെ സുനീറ മാം പറഞ്ഞതുപോലെ, സുനീറ മാം പറഞ്ഞത് എന്താണ്, അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, ഇങ്ങനെ സംഭവിച്ചല്ലോ, ഇങ്ങനെ സംഭവിച്ചല്ലോ. ആ ഒരു പാറ്റേണിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഫ്രെയിം മാറിയിട്ട് എന്താ വെച്ചാൽ എനിക്ക് ഒരുപാടുണ്ടല്ലോ, എനിക്ക് പലതും ഉണ്ടല്ലോ, എനിക്ക് ഇനിയും തിരിച്ചു വരാമല്ലോ, എനിക്ക് തിരിച്ചു പിടിക്കാമല്ലോ, എൻ്റെ ലൈഫ് എനിക്ക് മാറ്റിയെടുക്കാമല്ലോ, എല്ലാ ദിവസവും കറക്റ്റായിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇത്ര മണിക്ക് ഉറങ്ങാം, എന്നിട്ട് ഞാൻ 5 മണിക്ക് എണീക്കാം, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, എക്സസൈസ് ചെയ്യാം, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ടു ഡു ലിസ്റ്റ് പ്ലാൻ ചെയ്യാം, എനിക്ക് എന്ത് ചെയ്യാം, തെറാപ്പീസ് ചെയ്യാം, എനിക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം, എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം, എനിക്ക് ഡെയിലി ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജേണലുകൾ എഴുതാൻ പറ്റും, അതേപോലെ തന്നെ ടു ഡു ലിസ്റ്റ് എഴുതാൻ പറ്റും, എനിക്ക് ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ഫിസിക്കലി പ്രിപ്പയർ ചെയ്യാം, mentally പ്രിപ്പയർ ചെയ്യും. ഐ ക്യാൻ ഡു ലോട്ട് ഓഫ് തിങ്സ്. ദിസ് ഈസ് മൈ ഓപ്പർച്യൂണിറ്റി. വാട്ട് ഐ ക്യാൻ ഡു റൈറ്റ് നൗ വിത്ത് ഓൾ ദ റിസോഴ്സസ് വാട്ട് ഐ ഹാവ് റൈറ്റ് നൗ. ഇപ്പോൾ എനിക്കുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന തിങ്കിങ്ങിലേക്ക്, എന്ന പോസിറ്റീവായ തിങ്കിങ്ങിലേക്ക് അവർ വരുന്നതോട് കൂടിയിട്ട് അവരുടെ ലൈഫ് ചേഞ്ച് ആകുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്കും ഇതേ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു കൻ ഓൾസോ ചേഞ്ച് യുവർ ലൈഫ്. ബട്ട് ഹൗ ക്യാൻ യു മെയിൻറ്റെയിൻ ദാറ്റ് കണ്ടിന്യൂസ്ലി? ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, 4 ദിവസം ചെയ്താൽ പോരാ. ഇഫ് യു വാണ്ട് ടു ഡു ഇറ്റ് കണ്ടിന്യൂസ്ലി, how can you do it? You do it by healing your traumas heal ചെയ്യുന്നതിലൂടെ, ആ പെയിൻ ഹീൽ ചെയ്യുന്നതിലൂടെ. ഇല്ലെങ്കിൽ അറിയാതെ നമ്മുടെ ട്രോമയിലേക്ക് വീണ്ടും ട്രിഗർ ആവുന്നു. ട്രോമ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ മതി, ആ ഒരു കാര്യം കേട്ടാൽ മതി, ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആ ചതിച്ച വ്യക്തിയെക്കുറിച്ച് ഒന്ന് ഓർത്താൽ മതി, അപ്പോഴേക്ക് വീണ്ടും അതേ പെയിന് വരും. ആ വ്യക്തിയെ വീണ്ടും ഒന്ന് കണ്ടാൽ മതി, വീണ്ടും അതേ പെയിന് വരും. Yes or no? Do you agree with me? ആ വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ചോ ആ സംഭവത്തെക്കുറിച്ചോ ഉള്ള ചിന്ത ഉണർത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതേ അവസ്ഥയിലേക്ക് പോകുന്നു, ഡൗൺ ആകുന്നു. ദിസ് ഈസ് കോൾഡ് ട്രിഗറിങ്. നമ്മുടെ ലൈഫ് നിയന്ത്രിക്കുന്നത് ട്രോമ ട്രിഗേഴ്സ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ ആ ട്രോമകൾ എല്ലാം കഴുകി കളയാതെ, ആ പെയിൻ എല്ലാം ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ ഇമോഷൻസും മുറിവും ഓർമ്മകളും അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് എങ്കിൽ, അതിനെ കഴുകി കളയാത്തോടത്തോളം കാലം അത് അവിടെ ഒരു മുറിവാണ്. നിങ്ങളുടെ നെറ്റിയിൽ ഒരു മുറിവുണ്ട്, ആ മുറിവ് ഉണങ്ങിയിട്ടില്ല, പഴുത്തിങ്ങനെ നിൽക്കുകയാണ്. ആ മുറിവിൽ വന്നിട്ട് ഞാൻ നിങ്ങൾ ടച്ച് ചെയ്തു, നിങ്ങൾക്ക് പെയിൻ എടുക്കും, കാരണം മുറിവ് ഉണങ്ങിയിട്ടില്ല. എന്നാൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വെച്ചു, ചികിത്സിച്ചു, ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, നിങ്ങൾ തിരിച്ചു വന്നു, നിങ്ങൾക്ക് അവിടെ മുറിവില്ല, ഞാൻ അവിടെ ടച്ച് ചെയ്തു, നിങ്ങൾക്ക് വേദനിക്കില്ല, കാരണം ആ മുറിവ് ഉണങ്ങിയിട്ടുണ്ട്. ഇതേപോലെ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് മുറിവുകളുണ്ട്. ആ മുറിവുകളിലേക്കാണ് നമ്മളുടെ ട്രോമ ട്രിഗർ ചെയ്യുന്നത്. എന്താ ട്രിഗർ എന്ന് ഞാൻ പറഞ്ഞത്? അതായത് ഏതെങ്കിലും ആ ട്രോമ സംഭവിച്ചിട്ടുള്ള അതേ സമയത്തുള്ള ഏതെങ്കിലും ഓർമ്മയെ ഉണർത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കാണുകയോ സംഗതികളോ ചെയ്യും. അത്തരത്തിലുള്ള കാര്യങ്ങളെ പറയുന്നതാണ് എന്ത് വെച്ചാൽ ട്രിഗറിങ്. ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് നമ്മൾ വന്നിട്ട് ഈ തൊടുന്നതിന് തുല്യമാണ്. ഈ ട്രിഗേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ വിരൽ കൊണ്ട് ഈ മുറിവിൽ തൊടുന്ന പോലെയാണ്. ഈ വിരലാണ്. എന്നാൽ നമ്മുടെ ട്രോമകളാണ് ഈ മുറിവ്. അപ്പൊ ഈ മുറിവുകൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ട്രിഗേഴ്സ് വന്ന് ടച്ച് ചെയ്യുമ്പോൾ അത് അവിടെ മുറിവില്ലെങ്കിൽ അത് ഫീൽ ചെയ്യില്ല. എത്ര പേർക്ക് മനസ്സിലായ കാര്യം? മനസ്സിലായവർ എന്ത് ചെയ്യുക? കമന്റ് ഡൗൺ. അണ്ടർസ്റ്റുഡ് എന്നുള്ളതിന് ജസ്റ്റ് മനസ്സിലായി എന്നുള്ളതിന് യു എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ യു. ജസ്റ്റ് കമന്റ് ഡൗൺ യു. So, heal your traumas. അത് സത്യമാണ് സാർ നിങ്ങൾ പറഞ്ഞത്.
മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആ ഒരു സംഗതി കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ക്ലിയർ ചെയ്യണം, ഹീൽ ചെയ്യണം. അതാണ് മുറിവ്. ആ മുറിവ് നമ്മളുടെ EFT ടാപ്പിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട്, ഹീലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട്, തെറാപ്പി മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. അതിനാണ് നമ്മളുടെ ഏത് പ്രോഗ്രാം ഉള്ളത്, നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന EFT ലൈഫ് മാസ്റ്ററി പ്രോഗ്രാമുകൾ. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരാം, പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുറിവുകളെ ക്ലിയർ ചെയ്തിട്ട്. ഓക്കെ, സൗണ്ട് കൂട്ടണം എന്ന് പറഞ്ഞു. സൗണ്ട് ഓക്കെ ആണല്ലോ അല്ലേ? സൗണ്ട് കൂടുതലല്ലേ? നിങ്ങളുടെ സൗണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞത്? സൗണ്ട് ഓക്കെ അല്ലേ? ഗിവ് തംസ് അപ്പ്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്താണോ ചാലഞ്ചസ് ഉള്ളത് അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഇറങ്ങിത്തിരിക്കാം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൈഫ് തിരിച്ചു പിടിക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, വേറെ ഒരാൾക്കും വന്നിട്ട് നമ്മുടെ ലൈഫ് തിരിച്ചു പിടിച്ചു തരാൻ കഴിയില്ല. വി ഹാവ് ടു ഡു ഇറ്റ്. നോബഡി ഈസ് ഗോയിങ് ടു ഡു ഇറ്റ് ഫോർ യു. ഒരാൾക്കും പൂർണ്ണമായിട്ട്, പലർക്കും നിങ്ങളെ, ഞാൻ പറയുന്നത് ആരും നിങ്ങളെ സഹായിക്കില്ല എന്നല്ല, തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. സഹായിക്കാനൊക്കെ ഉണ്ടാവും. 1, 2 ദിവസം, 3 ദിവസം, 4 ദിവസമൊക്കെ സഹായിക്കാൻ പറ്റില്ല. മാക്സിമം പോയാൽ 1 വീക്ക്, 2 വീക്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാ ഉള്ളത്? അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ സഹായം നിങ്ങൾക്ക് ചോദിക്കാം. ഡെഫിനറ്റ്ലി ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഔട്ട് ദെയർ ടു ഹെൽപ്പ് യു. പക്ഷേ നിങ്ങൾ എടുക്കേണ്ട എഫേർട്ട്, നിങ്ങൾ എടുക്കേണ്ട ഹീലിംഗ്, നിങ്ങൾ ചെയ്യേണ്ട ഹീലിംഗ്, അത് ഹീലിംഗ് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. ആൾക്കാർക്ക് നിങ്ങൾക്ക് ഐഡിയാസ് പറഞ്ഞു തരാനോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. ബട്ട് യു നീഡ് ടു ടേക്ക് എ ഡെസിഷൻ. ഒരു ഡെസിഷൻ എടുക്കണം. ഞാൻ എൻ്റെ ലൈഫ് ഫിക്സ് ചെയ്യും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോവുക, കോച്ചുമാരുടെ അടുത്ത് പോവുക, മെന്റർമാരുടെ അടുത്ത് പോവുക, ട്രെയിനർമാരുടെ അടുത്ത് പോവുക, കൺസൾട്ടന്റുമാരുടെ അടുത്ത് പോവുക, കൗൺസിലർമാരുടെ അടുത്ത് പോവുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസി സപ്പോർട്ട് സർവീസ് എന്ത് ചെയ്യുക, നേടിയെടുക്കുക. എന്നിട്ട് ഫിക്സ് ചെയ്യുക. ഫിക്സ് യുവർ പ്രോബ്ലം, ഗെറ്റ് ഹെൽപ്പ്, പ്രോപ്പർ ഹെൽപ്പ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക, വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രോപ്പറായിട്ട് ഹെൽപ്പ് തേടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണം. എന്തെങ്കിലും പഠിച്ചാൽ പോരാ. ഫ്രീ ആയിട്ടുള്ള കോഴ്സുകളും ക്ലാസ്സുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കണം. ദിസ് ഈസ് ഓൺലി വേ. സോ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏകദേശം നമ്മുടെ അടുത്ത ബാച്ചിലേക്ക് ഏകദേശം 30ഓളം ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. കൺഗ്രാറ്റുലേഷൻ ഫോർ ഓൾ ദ പീപ്പിൾ ഹു രജിസ്റ്റേഡ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ ഞാൻ ജസ്റ്റ് വെച്ചാൽ ഇവിടെ ഐ തിങ്ക് എനിക്ക് അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം. കാരണം ദേ ഹാവ് ടുക്ക് ദ റൈറ്റ് ഡിസിഷൻ. അത്രയും ആൾക്കാരെന്ന് വെച്ചാൽ റൈറ്റ് ഡിസിഷൻ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. ആ റൈറ്റ് ഡിസിഷൻ എടുത്തിട്ടുള്ള ആൾക്കാരെല്ലാവരെയും ഞാൻ എന്ത് ചെയ്യാണ്, I want to congratulate them because they have taken the right decision. And first of all, എന്ന് വെച്ചാൽ അടുത്ത ബാച്ചിലേക്ക് നമ്മുടെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സഫ, and congratulations സഫ ആൻഡ് നിജീഷ്. കൺഗ്രാറ്റുലേഷൻ നാഷദ്. ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് കമന്റ് ചെയ്യട്ടോ. നീ എന്ന് കമന്റ് ചെയ്യാൻ പേര് വിളിക്കുന്നുണ്ടെങ്കിൽ. നാഷദ് കൺഗ്രാറ്റുലേഷൻ. അബ്ദുൽ ലത്തീഫ് കൺഗ്രാറ്റുലേഷൻ. സനോജ് കൺഗ്രാറ്റുലേഷൻ. നബീസ കൺഗ്രാറ്റുലേഷൻ. ഉല്ലാസ് കൺഗ്രാറ്റുലേഷൻ. സൗമ്യ കൺഗ്രാറ്റുലേഷൻ. And well done റമീസ and Zakia. Me here, me in the comment. I think Zakia is here. Safna, congratulations. Anand Krishnan, congratulations. Ayub, Maimuna, congratulations. Shamir, congratulations. Salima, Shamina, Jamshina, Henna, Rishad, Shamsir, Subaida, Jinsi, Biju, Dhanya, Salman, Muhammad Adish, Rajesh, Shabir, and then many other people. Thank you so much for joining, because you took the right decision. These people have taken the right decision. ഇനി ആരെങ്കിലും റൈറ്റ് ഡിസിഷൻ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് മടിച്ചു നിൽക്കേണ്ട. കൺഗ്രാറ്റുലേഷൻ, മെനി പീപ്പിൾ ആർ ഹിയർ. സോ ഐ എം റിയലി ഹാപ്പി ഫോർ ഓൾ ദ പീപ്പിൾ ഹു ഹാവ് ടേക്കൻ ദ റൈറ്റ് ഡിസിഷൻ. കം ആൻഡ് ജോയിൻ, ചേഞ്ച് യുവർ ലൈഫ്. ദിസ് ഈസ് ഗോയിങ് ടു ബി എ റിയലി പവർഫുൾ സെഷൻ. ഇനി എനി അതർ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹാപ്പി ടു ഹെൽപ്പ് യു. എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. ദിസ് ഈസ് സൺഡേ. ഐ എം ഹിയർ ടു ഹെൽപ്പ് യു. എനി ക്വസ്റ്റ്യൻസ്? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഓൾറെഡി കോഴ്സ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ who would love to share the experience? Mubina, is there anybody who wants to share experience? Anyone can come forward and share the experience, or you can have a question. Questions in English chodikam. Any questions? എന്ത് ക്വസ്റ്റ്യൻസ് എങ്കിലും ചോദിച്ചോളൂ. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സ്റ്റുഡൻസിന്റെ പാരന്റ്സ് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? സ്റ്റുഡൻസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുള്ള എനിബഡി? Anyone else? Yes, ചോദിച്ചോളൂ. ഞാൻ 4th ബാച്ചിലുള്ള ആളാ ജസീല. ജസീല മാം പറഞ്ഞോളൂ.
How things are going? And ഒക്കെയാണ് സർ. Yeah, എനിക്ക് okay. പറയാനുള്ളത് എന്റെ ഒരു ഉത്കണ്ഠ എന്ന് പറഞ്ഞൊരു സ്വഭാവമുണ്ട്. ഭയങ്കര ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉത്കണ്ഠ. Okay. ഇപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് വണ്ടി എടുത്ത് പോകുന്ന സമയത്താ. വണ്ടി എടുക്കുന്നതിന് മുമ്പേ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുക. ഞാനിപ്പോ എന്താ സംഭവിച്ചിട്ടാ തിരിച്ചു വരിക എന്നുള്ള രീതിക്കാണ് ഞാൻ പോവുക. അപ്പൊ ഞാൻ വീട്ടിലൊക്കെ ഒരുക്കി വെക്കുക. ഞാൻ എങ്ങനെയാ തിരിച്ചു വരികയെന്ന് അറിയില്ലല്ലോ. അപ്പം വേറെ ആരെങ്കിലും കാണുമ്പോൾ വീട് ഇങ്ങനെ അലങ്കോലാക്കിയിടല്ലോ എന്നുള്ള രീതിക്ക് ഒക്കെ വെച്ച് ഓക്കെ, അത് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അല്ലേ, ആ എങ്ങനെ ആ വരിക. അപ്പൊ നല്ല വീട്ടിലാരെങ്കിലും വന്നു കഴിഞ്ഞാലേ അവിടെ ഒരുക്കി വെക്കുക. അടിപൊളി. ആ ഇങ്ങനെയൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ. ഒക്കെ ഒരുക്കി വെച്ച്. ഇപ്പൊ ആ ഒരു പ്രോബ്ലം ഇല്ല. കാരണം ഞാൻ പെട്ടെന്ന് പോണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിയിട്ട് അങ്ങ് പോകും. കാരണം ഞാൻ പോയിട്ട് വരാം എന്നിട്ട് ചെയ്യാന്നുള്ള രീതിക്ക് അത് വലിയൊരു കാര്യം തന്നെയാണ്. അതെനിക്ക് ഓക്കെ. കിട്ടിയത് 2012 ആ ലൈസൻസിന്റെ ക്ലാസ്സിന് പോകുന്ന സമയത്ത് MVDന്റെ അടുത്ത് നിന്ന് കിട്ടിയതാ. കാരണം നിങ്ങൾ ഒരു അപകടം മുന്നിൽ കണ്ടിട്ട് വേണം വണ്ടി എടുക്കാന്നുള്ളൊരു മെസ്സേജ് കിട്ടി. അതാണ് നിങ്ങൾക്ക് ട്രോമ കയറിയത് അല്ലേ? ആ അപ്പൊ ഞാൻ പിന്നെ ആ രീതിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഒരു എന്തായാലും സംഭവിച്ചിട്ട് തന്നെ വരിക, എന്തേലും സംഭവിച്ചിട്ട് തന്നെ വരിക എന്ന രീതിക്ക്. ഇപ്പൊ അടുത്ത് ഓക്കെ. എന്റെ ഉമ്മ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ നീ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ആവോ? ഞാൻ പറഞ്ഞു മിണ്ടരുത്, അത് അന്നേരല്ലേ, മിണ്ടരുത് എന്ന് പറഞ്ഞോട്. അതെ അങ്ങനെ അതെ. ഒരു നെഗറ്റീവേ പറയണ്ടാവും. ഓക്കെ, നെഗറ്റീവ് പറയണ്ടാണ്. ഓക്കെ ഓക്കെ. അതായത് നിങ്ങൾ ഏറ്റവും എനിക്ക് രസകരമായി തോന്നിയ ഒരു കാര്യം നമ്മുടെ കോഴ്സിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ട്രോമ എവിടെന്നാ കിട്ടിയ നമ്മളൊന്ന് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയതാണോ ജസ്ല മാം ഈ പറഞ്ഞിരിക്കുന്നത് അല്ലെ? നമ്മുടെ ഒരു പ്രോസസ്സ് അതിലൂടെ അല്ല, അതൊക്കെ എല്ലാം അതെല്ലാം ഇപ്പൊ എന്റെ മൈൻഡിൽ ഉണ്ടാവും. അത് സാറ് പറഞ്ഞതാണല്ലോ, അപ്പൊ പിന്നെ നമ്മളത് ഏറ്റെടുക്കുക തന്നെ. സാറ് അതെ. പറഞ്ഞ അപ്പൊ അല്ല, എന്തായാലും ഒരു ഇതാണ് അപകടം ഇതിന്റെ കാരണം എന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴാ? അതിപ്പോ ഒരു കുറച്ച് ദിവസമായിട്ടുള്ളൂ. അതായത് നമ്മുടെ കോഴ്സിൽ വന്നതിന് ശേഷമാണോ? ആ അതെ അതെ. അതായത് കോഴ്സിൽ വന്ന് നമ്മൾ ഈ ട്രോമ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് എവിടെ നിന്നാണ് ഈ ഫിയർ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിച്ചപ്പോഴാണ്. എന്നിട്ട് അത് ഹീൽ ചെയ്തോ? അത് എനിക്ക് ഇപ്പൊ ഉത്കണ്ഠ പോയി. അത് ഹീൽ ചെയ്തില്ല. ഞാൻ പക്ഷേ നമുക്ക് കോൺഫിഡന്റ് ആണ്. നോർമലി ഞാൻ ടാപ്പ് പോയി ചെയ്ത തിരിച്ചു വരും. സമയത്ത് ഓട്ടോമാറ്റിക്കലി പോയി അല്ലെ? ഞാൻ തിരിച്ചു വരും, കോൺഫിഡന്റ് ആണ് എന്നുള്ളൊരു രീതി. ഓക്കെ ഓക്കെ ഓക്കെ. മാം, ജസീല മാം ഒരു കാര്യം കൂടെ ചെയ്യണം എന്ന് വെച്ചാൽ ആ ഇഷ്യൂവിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം, ആ ഇഷ്യൂ അന്നുണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ അതുകൊണ്ട് ആ ചിന്ത കൊണ്ട് ഉണ്ടായ ഒരു അത്രയും കാലത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ, ആ ബുദ്ധിമുട്ട് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ സ്കെയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, അതുകൂടെ പിന്നെ വേറൊരു കാര്യമാണ്, അവരെന്ത് വിചാരിക്കും. ഞാൻ പോയാൽ അവരെന്ത് വിചാരിക്കും, അല്ലെ ഞാൻ പറയാതെ പോയാൽ അവരെന്ത് വിചാരിക്കും. മെയിൻ പ്രശ്നം. അല്ലെ എന്റെ മക്കൾ അങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും. ആ ഒരു പ്രശ്നം ഇപ്പൊ ഇല്ല. ആരെന്ത് വിചാരിച്ചാലും ഞാൻ എന്റെ വഴിക്ക് നേരായ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആ ഒരു ഇതില്ല എന്നുള്ളൊരു രീതിക്കുള്ള ഒരു മൈൻഡിലേക്ക് വന്ന്. അതായത് ഞാൻ തെറ്റായിട്ടൊന്നും എന്ത് ചിന്തിക്കും ചെയ്യുന്നില്ല. എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഫുള്ള് ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു. അപ്പൊ പിന്നെ എനിക്ക് എന്തിനാ ഞാൻ വെറുതെ ടെൻഷൻ അടിക്കുന്നുള്ള രീതിക്കൊരു മൈൻഡ് വന്നു. ഓക്കെ, വെരി ഗുഡ്. സോ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആ അനാവശ്യമായ ഉത്കണ്ഠ, അതായത് എന്തെങ്കിലും സംഭവിക്കുകയോ അപകടം പറ്റുമോ എന്നുള്ള ഉത്കണ്ഠ, അത് ക്ലിയർ ആയി പോയി, മനസ്സിൽ നിന്ന് പോയി. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പറയും. നമ്മുടെ കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഇഷ്യൂവിന് വേണ്ടിയിട്ട് അവർ ഹീൽ ചെയ്തിട്ടല്ല, പക്ഷെ വേറെ കുറെ ഇഷ്യൂസ് ഹീൽ ചെയ്തപ്പോൾ അതിന്റെ കൂടെ കൊളാപ്സ് ആയി പോയില്ല. ഇതിങ്ങനെ പറയാം, നമ്മൾ ഈ ഹീലിംഗിന്റെ കാര്യം എന്ന് വെച്ചാൽ കാട്ടുതീ പോലെയാണ്. ഒരു മരത്തിനായിരിക്കും തീ പിടിക്കുക. ഒരു മരത്തിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ തീ അങ്ങ് കാളി കത്തിയിട്ട് എന്ത് വെച്ചാൽ ബാക്കിയുള്ള മരങ്ങൾക്കൊക്കെ തീ പിടിച്ചിട്ട് നശിക്കുമെന്ന് പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹീലിംഗ് നടക്കുമ്പോൾ അവിടെ മനസ്സിനുള്ളിലുള്ള കംപ്ലീറ്റ് ഒരു പ്രശ്നം ക്ലിയർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, അതിന്റെ എനർജി എഫക്ട് കൊണ്ട് ബാക്കിയുള്ള ട്രോമാസും സംഗതികളും അതിന്റെ കൂടെ തന്നെ ഹീലായിട്ട് മൾട്ടിപ്പിൾ മാലപ്പടക്കം പോലെ പൊട്ടി വീഴും എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു എഫക്റ്റ് ഉണ്ട്, റിപ്പിൾ എഫക്ട് നമുക്ക് ഉണ്ടാകും. അപ്പൊ അതാണ് ഇവർക്ക് എന്താ വെച്ചാൽ ചില ഹീൽ ചെയ്തിട്ടില്ലെങ്കിലും ചില പേടിയൊക്കെ അറിയാതെ അങ്ങ് പോയിട്ടുണ്ട്. എസ് ഓർ നോ മാം? വേറെ എന്തൊക്കെയാ പോയിട്ടുള്ളത്? വേറെ എന്താ സംഭവിച്ചത്? വേറെ മെയിൻ ഉറക്കം 10-10:30 ഫോണാണെങ്കിലും എഴുതുകയാണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെ തൂങ്ങി വീഴാ, ഉറങ്ങിയേ പറ്റൂ, ഇരിക്കാൻ ഇപ്പൊ ഉറക്കം പറ്റുന്നില്ല. നേരത്തെ വരുന്നുണ്ട്. അല്ലേലും ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പം 12 മണി 12:30 വരെ ഒക്കെ ഇരിക്കും. അല്ലെങ്കിൽ കിടന്നിട്ടാണെങ്കിലും ഞാൻ ഉപയോഗിക്കും. ഇതിപ്പോ ഇരുന്നിട്ടാണെങ്കിലും എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കിടന്നേ പറ്റൂ, ഉറങ്ങിയേ പറ്റൂ എന്നുള്ള അവസ്ഥയെ. വെരി ഗുഡ് വെരി ഗുഡ്. എന്നിട്ട് എത്ര മണിക്ക് നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കാൻ പറ്റുന്നുണ്ടോ? 4:30 4:45 ആകുമ്പോൾ എണീക്കും.
എണീക്കും. അപ്പൊ 10-10:30 ആകുമ്പോൾ ഉറങ്ങും. നല്ല രീതിയിലേക്ക് അടിപൊളി ഒരു റുട്ടീനിലേക്ക് എത്തി അല്ലേ? 11 മണിക്ക് എന്തായാലും ഉറങ്ങും. ഉറങ്ങും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ ഐ എം റിയലി ഹാപ്പി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സർ, എൻ്റെ ഫ്രണ്ട് മോർണിംഗ് ക്ലാസ് കേൾക്കുന്ന ആളാണ്. സോ പബ്ലിക്കായിട്ട് ചോദിക്കുന്ന ഒഴിവാക്കാം എന്ന് വെച്ച്. ഓക്കെ, ഓക്കെ. മെഡിക്കേഷൻ തുടരുന്നവൾ ഇപ്പോൾ EFT ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നും വരില്ലല്ലോ. ഓക്കെ, ബൈപ്പോളാർ പേഷ്യൻ്റ് ആയിരുന്ന അവൾ ഇപ്പോൾ ഓക്കെയാണ്, മെഡിക്കേഷൻ തുടരുന്നുണ്ട്, അവൾ ഇപ്പോൾ EFT ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നും വരില്ലല്ലോ. EFT ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ? എനിക്ക് പഴയ പോലെ ശരിയായിക്കൊണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി. ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, ജക്കിയ, ഈ ഒരു ചോദ്യത്തിന് ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മെൻറ്ററുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. കാരണം ആ കേസിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോ നോർമലി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം തീർച്ചയായിട്ടും എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള രീതിയിലുണ്ടാവും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ അവരുടെ ബന്ധുക്കളുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു പേഴ്സണൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ എൻറോൾ ചെയ്തിട്ടുള്ള ഒരു PC ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സംസാരിക്കുക കേട്ടോ. ആരുമായിട്ടാണ്? നിങ്ങളുടെ PC അല്ല, നിങ്ങളുടെ CC ഉണ്ടല്ലോ, കോഴ്സ് കൗൺസിലർ, നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച ആള്, അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ക്ലിയർ ചെയ്തിട്ടുള്ള ആള്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും അഡ്മിന്മാരായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, മെസ്സേജ് ദം ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു. Thank you. Any other questions? Thank you so much, Islam ma'am. Thank you for sharing your story. Yes, പറഞ്ഞോളൂ ഷാബി. സാർ, എനിക്ക് സംശയം ചോദിക്കാനുള്ളത്, എന്റെ ഒരു കാര്യം, എനിക്കും ഇതേപോലെ ഭയങ്കര ആങ്സൈറ്റിയാ, അങ്ങനത്തെ ഒരു വിഷയം. അപ്പോ എന്താ വെച്ചാല്, ഒരു ദിവസത്തെ ഇപ്പൊ രാത്രിയൊക്കെ ആണെങ്കിൽ രാവിലെ കുറേ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഞാൻ വേറെ ആരോടെങ്കിലും സംസാരിക്കുമ്പോ അവര് ചിലപ്പോ, എനിക്ക് ഈ അസുഖങ്ങളെ പറ്റി പറയുമ്പോ ഭയങ്കര പേടിയാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടാലും അത് കുറച്ച് പേടിയുള്ള ആളാ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ മനസ്സിൽ അത് തന്നെ ആയിരിക്കും. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ഫോക്കസ് മൊത്തം എന്റെ മനസ്സ് പോവാ മറ്റേ ആള് പറഞ്ഞ എന്തെങ്കിലും, എന്തെങ്കിലും ഒരു അസുഖത്തിനെ പറ്റിയോ അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അതാണ് അത് മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അതെന്താ സാർ അങ്ങനെ? എനിക്കറിയാം നെഗറ്റീവ് ആണ്. മനസ്സിലായി. അത് ട്രിഗർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഹീൽ ചെയ്യാനുണ്ട്. നമ്മുടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ ഷാബി? പേരെന്താ? ഷെബി. ഓക്കെ, ഷെബി, നിങ്ങൾ ഏതെങ്കിലും എന്താ പറയാ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ചില എക്സ്പീരിയൻസുകൾ, ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അത് ആ ഒരു പേടി കൊണ്ടാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ? അതുണ്ട്. അപ്പൊ അത് ഇതേപോലെ എന്തെങ്കിലും അസുഖങ്ങൾ മൂലമാണ് മരണപ്പെട്ടത്? അങ്ങനെയും പറയാം. പിന്നെ ഞാനൊരു ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ പേഷ്യന്റിന്റെ ഓരോ സംഗതിയിട്ട് അങ്ങനെ മരണപ്പെട്ടു. അതിനുശേഷമാണ് തോന്നുന്നു ഇങ്ങനെ ഭയങ്കര പേടി. ഇങ്ങനെ അപ്പൊ ആ ഒരു ഇൻസിഡന്റ് അടക്കം എന്ത് ചെയ്യണം, നമുക്ക് ക്ലിയർ ചെയ്യണം മനസ്സിൽ നിന്ന്. അത് ഹീൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമോഷണൽ ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണ്, ഇമോഷണൽ പെയിൻ ആയിട്ട് കിടക്കുകയാണ്, ട്രോമ ഒരു ലെവലിൽ കിടക്കുക, ഇമ്പാക്ട് ചെയ്താണ് നിങ്ങളെ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, തെറാപ്പി ചെയ്തിട്ട് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ സംഗതികൾ പിന്നീട്, ഇതാണ് ട്രിഗറിങ് ആണ്. ഇപ്പൊ വേറെ ആളൊരു കഥ പറയുന്നത്, ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ട്രിഗറിങ് ആണ്, മുറിവാടുള്ളത് കൊണ്ടാണ്. അപ്പൊ അത് ആ മുറിവാട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, നെറ്റിയിൽ ഒരു മുറിവുണ്ട്, ഞാൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങി കഴിഞ്ഞാൽ പ്രശ്നമില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള മുറിവിനെ നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. യു വിൽ ബി ഫൈൻ. പിന്നെ അങ്ങനെ കേട്ടാലൊന്നും പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? ഇല്ല, ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ന് വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വരാൻ പറയുന്നത്. പ്രോഗ്രാമിലേക്ക് വരും, ഇതൊക്കെ നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാമെന്നും, എന്നിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു ബെറ്റർ ലൈഫ്, ഫ്യൂച്ചർ ലൈഫ് ബെറ്റർ ആയിട്ടുള്ള സംഗതി ഗോൾ സെറ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഗ്രാമിലൂടെ. And it will change your life completely. Okay? Thank you, sir. Thank you so much. Okay. Is there anyone else who have any questions? Hi, sir. Rashida. Hi. 1 minute. Lot of questions are coming. Rashida പറഞ്ഞോളൂ. സലീമ, ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് വരാട്ടെ. സലീം മാം ജസ്റ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യനിലേക്ക് വരാം. ഷെയർ ചെയ്തോളൂ. പിന്നെ ഞാന് സാറിനായിട്ട് ഒരുപാട് സംസാരിച്ചിരുന്ന കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ കോഴ്സ് ചെയ്തിട്ട് കാര്യങ്ങൾ ഞാൻ മാക്സിമം ചെയ്യുന്നുണ്ട്.
പിന്നെ ഉം. അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് അത് കൂടുതൽ എഫക്റ്റ് ആണില്ല എന്നുണ്ടെങ്കിലും ഉം. ഞാൻ എന്നെ കെയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ Yeah. ഇന്നലെ എനിക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവായ കാര്യം നടന്നത് എന്താന്ന് വെച്ചാല് ഉം. ഞാന് ഫാമിലി എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. സപ്പോർട്ട് ഉം. ഇല്ലാത്തത് അവർക്ക് എന്നോട് സ്നേഹം ഇല്ലഞ്ഞിട്ടല്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥയില് ഞാൻ Yeah. എടുക്കുന്ന തീരുമാനം ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ഉം. ആണ് അവരെന്നെ എതിർത്തിരുന്നത്. Yeah. പക്ഷെ ഈ മിനിയാന്ന് പിന്നെ ഞാന് സ്റ്റേൺ ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവരോട് സംസാരിക്കാൻ പറ്റി. Okay. ഞാൻ സംസാരിക്കാന് ഒരുപാട് സംസാരിക്കുകയായിരുന്നു ഞാന്. പക്ഷെ എനിക്ക് വേണ്ട കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാനും ഒരുപാട് ഇമോഷൻ ആവാതെ പറയാനും പറ്റി. ഉം. എനിക്കൊരു ഡിസിഷൻ ഉണ്ട് എന്ന്, ഇന്നെ കെയർ ചെയ്യാതെ ഉള്ള ഒരു തീരുമാനത്തിനും ഇനി ഞാൻ നിൽക്കൂല എന്നുള്ള രീതിയിൽ ഞാൻ ഉം. സംസാരിച്ചപ്പോ ഉം. എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന അനുഭവമല്ല. കാരണം ഉം. ഒരു സപ്പോർട്ടായിട്ടുള്ള അനുഭവമാണ് കിട്ടിയത്. അല്ലെങ്കിൽ എന്നെ ഉം. ഒന്ന് അടിച്ചമർത്തിയിട്ട് അത് ഈ പ്രശ്നം സോൾവ് ആക്കാം എന്നുള്ള ലെവലിലാണ് അവർ ചിന്തിച്ചിരുന്നതും Okay. പ്രവർത്തിച്ചിരുന്നതും ഒക്കെ. Okay. അത് എനിക്കറിയാം, എന്നോടുള്ള കെയർ ഇല്ലാത്തതുകൊണ്ടല്ല, വേറെ ഒരു മാർഗം Okay. ഇല്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ Yeah. ചെയ്തിരുന്നത്. Yeah. ആ അപ്പൊ പക്ഷെ അവര് ഇപ്പൊ ഭയങ്കര സപ്പോർട്ടായിട്ട് Yeah. എന്തെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കണം ഉം. എന്നുള്ള രീതിയിൽ Yeah. അവര് സംസാരിച്ചത്. Okay. എന്നോട് ഷൗട്ട് ചെയ്യേ ഒന്നും ഒരു രീതിയിലും മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. Very good. അത്രയും ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കണം എന്നുള്ള ലെവലിലേക്ക് എത്തി. Very അവരോട് good. എനിക്ക് നന്നായിട്ട് സംസാരിക്കാനും പറ്റി. ഇന്നലെ ഞാൻ കുറെ ദിവസങ്ങൾക്ക് ശേഷം കറക്റ്റ് ആയിട്ട് ഉറങ്ങി. കാരണം Very ഒറ്റയ്ക്ക് good. എനിക്ക് പേടിയായിരുന്നു. ഞാൻ എൻ്റെ മകളെ കമ്പനിക്ക് വിളിക്കായിരുന്നു, പക്ഷെ ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് കിടന്നു. Very good. പിന്നെ 10 മണി ആകുമ്പോഴേക്കും ഉറങ്ങി. കറക്റ്റ് 4 മണിക്ക് അലാറം പോലും വെക്കാതെ ഞാൻ എണീറ്റു, എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. വെരി ഗുഡ്. ഐ എം അപ്പൊ റിയലി ഹാപ്പി ഫോർ യു. ഇതാണ് നമ്മൾ പറഞ്ഞിരുന്നത്, എംപവർമെന്റ്. ഓർമ്മയുണ്ടോ മാം? നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? അതായത് നമുക്ക് ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇതിപ്പോ ഉള്ള അവസ്ഥയിൽ തന്നെ ഈ ദുരിതവും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ പെയിനും ഒക്കെ ആയിട്ട് ജീവിച്ചങ്ങനെ മുന്നോട്ടോ. രണ്ടാമത്തെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഹീൽ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ പെയിനിൽ തന്നെ സ്റ്റക്ക് ആയിക്കൊണ്ട് ക്ലിയർ ചെയ്ത് പോകാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഡിസിഷൻ എടുക്കാം. ഓക്കെ, ഡിസിഷൻ എടുത്തിട്ട് നമുക്ക് എന്ത് സ്ട്രോങ് ആയിട്ട് വരാം. അല്ലെങ്കിൽ ഫൈനൽ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടും അല്ലെ? അങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അതെ. മാമിന്റെ കാര്യം ഞാൻ ഇവിടെ എന്താ വെച്ചാൽ അവിടെയും ഇവിടെ തൊടാതെ ഞങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നു ചോദിച്ചത് ഒരു പേഴ്സണൽ മാറ്റർ ആയതുകൊണ്ടാണ്. Yes. അപ്പം കേൾക്കുന്ന ഓഡിയൻസിന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അത് എന്താണ് ഈ പറയുന്നത്. ഓക്കെ, ആ ക്യൂരിയോസിറ്റി അങ്ങനെ തന്നെ നിൽക്കട്ടെ. പക്ഷെ മനസ്സിലാവുന്നവർക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ മാം, നിങ്ങളുടെ ഇപ്പൊ എത്തിയിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഒരു ഡിസിഷൻ എടുക്കുന്ന സ്റ്റേജിൽ എത്തിയപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസിഷൻ എടുക്കുക, നമ്മൾ ഹീൽ ചെയ്യണം. നമ്മൾ ഹീൽ ചെയ്യുമ്പോഴാണ് നമ്മളൊരു എംപവേർഡ് ആയിട്ടുള്ള, നമ്മൾ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ ആ ഡിസിഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് വൾണറബിൾ ആവാതെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് ഞാൻ എടുക്കുന്ന ഡിസിഷൻ ഇതാണ്, എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലാതെ ഡിസിഷൻ എന്താ പറയാ, ഒരിക്കലും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ ഇത് എടുക്കണം. ഏത് ഡിസിഷൻസും 3 ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്, ഏത് ഡിസിഷൻ എടുക്കാം. പക്ഷെ വെൻ യു ടേക്ക് എ ഡിസിഷൻ യു ഹാവ് ടു ബി ഫുള്ളി ഹീൽഡ്. അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഡിസിഷൻ വരും. ആ ഡിസിഷൻ നിങ്ങൾക്ക് വന്നു, കൂളായിട്ട് നിങ്ങളത് പറഞ്ഞു. ഏറ്റവും രസകരമായ ഒരു കാര്യം നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതിൽ എനിക്ക് തോന്നിയത് വെച്ചാൽ നിങ്ങൾ വളരെ ശക്തമായ ഒരു നിലപാട് എടുക്കാനുള്ള ആ ഒരു സ്ട്രോങ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡ് ചെയ്യാനുള്ള സ്ട്രോങ് നിലപാടെടുത്തപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രകൃതി അവർ മനസ്സിലായി. ഇല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞതുപോലെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ അടിച്ചമർത്തുന്ന, ഒതുക്കി നിർത്തുന്ന, മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും അല്ലെ? അതിൽ നിന്ന് മാറി നിങ്ങൾക്ക് അനുകൂലമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതങ്ങനെയാണ്. നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തിടത്തോളം കാലം നമ്മുടെ ലൈഫിന് മറ്റുള്ളവർ നമ്മുടെ ഡിസിഷൻസ് എടുത്തിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് ശക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആ ക്ലാരിറ്റിയെ, അതിനെ പറയുന്ന പേരാണ് കൺവിക്ഷൻ. കൺവിക്റ്റോട് കൂടിയിട്ട് ഒരാൾ, അല്ലെങ്കിൽ എന്താ പറയുക, കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് ഒരാൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കണം കമ്മിറ്റഡ് ആയിട്ട്. ഐ ആം ഗോയിങ് ടു ഡു ദിസ്. ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം. ഈ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കാൻ പോവാണ്. അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നോബഡി ക്യാൻ ബീറ്റ് യു. ഈ യൂണിവേഴ്സ് അടക്കം നിങ്ങളുടെ മുൻപിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ ഒരുക്കി തരില്ലാതെ വേറെ വഴിയില്ല. ആൻഡ് ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. ആൻഡ് ഐ എം സോ ഗ്ലാഡ് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലത്തെ ഹീൽ ചെയ്ത് പെയിനെല്ലാം ക്ലിയർ ചെയ്ത്
യു ആർ റീച്ച്ഡ് ഇൻ എ പൊസിഷൻ വേർ യു ക്യാൻ ടേക്ക് എ സ്ട്രോങ് ഡിസിഷൻ. ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനുള്ള, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, സ്ട്രോങ് ഡിസിഷൻ എടുക്കാനുള്ള, ഒരു ടോക്സിക് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളെ സേവ് ചെയ്യാനുള്ള ദാറ്റ്സ് കോൾഡ് സെൽഫ് ലവ്. ദാറ്റ് ഇസ് ഓൾസോ സെൽഫ് ലവ്. ആ സെൽഫ് ലവ് നിങ്ങൾ എത്തി. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. ഞാൻ സർ ഞാൻ അത് നിങ്ങൾ എടുത്തപ്പോ നിങ്ങൾക്കുണ്ടായിട്ടുള്ള, അതാണ് നിങ്ങൾ ഏറ്റവും, ഇത്രയും കാലത്തിന് ശേഷം നിങ്ങൾ സ്വസ്ഥമായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞു. ദാറ്റ്സ് എ റിലീഫ്, റൈറ്റ്? ആൻഡ് ദാറ്റ്സ് കോൾഡ് ഫ്രീഡം. ദാറ്റ്സ് എ ടേസ്റ്റ് ഓഫ് ഫ്രീഡം. ഫ്രീഡത്തിന്റെ സുഖമാണ് കണ്ടത് ആ ഉറക്കം. അവരാ ഒരു സപ്പോർട്ട്, കാരണം ഒരുപാട് ഇന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഒരു സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള ലെവലില് മകനോടൊക്കെ സംസാരിച്ചു. അങ്ങനെ പറ്റൂല എന്നുള്ള രീതിയിൽ ഞാന് ഭയങ്കര വിക്ടിം തെറാപ്പി ചെയ്ത്, ഞാൻ സാറിനോട് സംസാരിച്ചിരുന്നല്ലോ, വിക്ടിം തെറാപ്പി ഞാൻ ചെയ്തിരുന്നു. ആ സമയത്ത് അതിന് പോലും എതിർത്തിരുന്നാണ്, ഭയങ്കരമായിട്ട് എതിർത്തിരുന്നതാണ്. ഞാൻ വിക്ടിം തെറാപ്പി ചെയ്യുന്നതിന് വെറുതെ കാശ് കൊണ്ടുപോയി കളയാന് എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ അവരെ കൂടെ ഞാൻ മറച്ചു വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. ഇതില് സാറിന്റെ അടുത്ത് വന്നതിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല്, ഞാന് പിന്നെ നേരത്തെ സുനീറാസ് മാം പറഞ്ഞ പോലത്തെ ഒരാളായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാതെ ഹസ്ബൻഡിനും വീട്ടുകാർക്കും എല്ലാവർക്കും ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഭയങ്കരമായിട്ട് എന്നെ ഞാൻ കെയർ ചെയ്തേ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ ആ ആൾക്ക് പുറത്തു കൊടുത്തിട്ട് ആയിരുന്നു കൂടെ നിന്ന്. എല്ലാം ഞാൻ ഒരു പകയും വിദ്വേഷമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പൊ എനിക്കും ഒരു സമാധാനം, ഞാൻ പുറത്തു കൊടുക്കുന്നുണ്ട്, ഞാൻ എല്ലാം പുറത്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇപ്പോഴും എനിക്ക് നിൽക്കാൻ പറ്റണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും മറുപടി പറഞ്ഞിരുന്നത്, ഞാൻ പുറത്തു കൊടുക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് പ്രശ്നം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ആളോട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ തെറാപ്പി എടുത്തപ്പോ എനിക്ക് നല്ല അവയർനെസ് ഉണ്ടായി. സാറ് പറഞ്ഞ മാതിരി എന്റെ ഓർമ്മ വെച്ച നാൾ മുതലുള്ള ഞാൻ എന്തുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ടിനോട് പോയത് എന്നുള്ളതൊക്കെ ആ തെറാപ്പി തന്നെ എനിക്ക് കിട്ടിയിരുന്നു. പക്ഷെ എനിക്ക് സാറിന്റെ അടുത്ത് കിട്ടിയത് എന്താന്ന് വെച്ചാല്, മെയിനായിട്ട് കിട്ടിയത് ഫോർഗീവ് ചെയ്ത് കൊടുക്കാന്നാണ്. ഞാൻ ഫോർഗീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ എന്നോട് ചെയ്തവർക്കൊക്കെ ഫോർഗീവ് ചെയ്ത് കൊടുത്ത് എന്നോണ്ട് പിന്നെ ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല, അപ്പൊ എനിക്ക് ഒരു പേടിയും പേടിക്കണ്ട എന്നുള്ളത് വന്നെങ്കിലും സാറിന്റെ അടുത്ത് തെറാപ്പി എടുത്തപ്പോഴാണ് ഞാൻ ഫോർഗീവ് ചെയ്ത് കൊടുത്തിക്കണ് എന്ന് എന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഡീപ്പായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ക്ലിയർ ആയി കിട്ടിയത്. കാരണം ഫോർഗീവ് ചെയ്ത് കൊടുക്കേണ്ട എനിക്ക് ദേഷ്യമില്ല എന്ന് കരുതിയാലും അത് പൂർണ്ണമായിട്ടുള്ള ഒരു ഫോർഗീവ് ആയിരുന്നില്ല, അത്രയും ഡീപ്പായിട്ടായിരുന്നില്ല. അപ്പൊ ആ വേദന വീണ്ടും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ആ സിറ്റുവേഷൻസും ഓരോ പ്രശ്നങ്ങളും എൻ്റെ മൈൻഡിലേക്ക് വരുന്നതും സ്വപ്നത്തിൽ വരുന്നതും ഒക്കെ അതുകൊണ്ടാണ്. കുറെ മുന്നേ ചെയ്തവരതും ഒക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് പോവാത്ത, അവരൊക്കെ ഉറക്കത്തില് സ്വപ്നത്തിൽ കണ്ടിട്ട് ആ ഒരു പെയിനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ അവർക്കൊക്കെ ഹീൽ ചെയ്ത് കൊടുത്തപ്പോ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പോയി. പിന്നെ അവരെ കാര്യം ആലോചിക്കുമ്പോഴൊന്നും നമുക്കൊരു ദേഷ്യമോ അവരോടൊക്കെ ഒരു സഹതാപമാണ് ഇപ്പൊ തോന്നുന്നത്. കാരണം അവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്, അവരൊരുപാട് അനുഭവിച്ചത് കൊണ്ടാണ് എന്നുള്ളതൊക്കെ ഇപ്പോ മനസ്സിൽ ഒരു ദേഷ്യം വരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ പരാതി പറയുമ്പോൾ കുട്ടികളെ മോനൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോ ഹസ്ബൻഡ് അതുപോലും എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു എനിക്ക് അതല്ല വേണ്ടത്, അത് അവര് അനുഭവിച്ചതിൻ്റെതാണ്, പക്ഷെ എനിക്കൊരു സപ്പോർട്ടാണ് വേണ്ടത്, അല്ലാതെ വെറുക്കാൻ പാടില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെയാണ് ഞാൻ കുട്ടികളോട് സംസാരിക്കുന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് കിട്ടിയത് തീർച്ചയായിട്ടും സാറിന്റെ തെറാപ്പി ഇതില് ജോയിൻ ചെയ്യുന്നതിന്റെ കുറെ മുന്നേ തന്നെ ഞാൻ സാറിന്റെ ക്ലാസ്സുകൾ കേട്ടും മോർണിംഗ് ക്ലാസ് ഒക്കെ കേൾക്കലും മെഡിറ്റേഷൻ ഒക്കെ ജോയിൻ ചെയ്തിരുന്നു. അപ്പോഴേ ഞാൻ ഈ തീരുമാനം എടുത്തത്. അപ്പൊ വീട്ടിൽ നിന്ന് ഓഫ്ലൈൻ ക്ലാസ്സിന് വരിക പറഞ്ഞത് തന്നെ ഭയങ്കര റിസ്ക് ആയിരുന്നു. ഒരിക്കലും പിന്നെ മുഹ്സിന മാമായിരുന്നു ഞാൻ സംസാരിച്ചപ്പോ, നിങ്ങൾക്ക് ഓഫ്ലൈൻ ആണ് നല്ലത്, ഒരു നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ എടുത്തോളി എന്ന് പറഞ്ഞ് എനിക്ക് തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷെ ഞാനതിങ്ങനെ വിഷ്വൽ ചെയ്ത് ഞാൻ അവിടെ വന്നിട്ട് ഇരിക്കണതൊക്കെ വിഷ്വൽ ചെയ്ത് തീർച്ചയായിട്ടും എന്ത് റിസ്ക് ആണെങ്കിലും കള്ളം പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ആരുമില്ലാന്നുണ്ടെങ്കിലും ഞാൻ അവിടെ എത്തുന്നുള്ളത്. അപ്പൊ ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിന് തന്നെ പങ്കെടുത്ത്
പിന്നെ ഇതിൽ പറഞ്ഞ എല്ലാ കാര്യവും എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഇപ്പൊ എനിക്ക് കുറെ കാരണം എനിക്കൊരു സപ്പോർട്ട് കൂടെ കിട്ടിയല്ലോ എന്നുള്ളതായതുകൊണ്ട് ഭയങ്കര കോൺഫിഡന്റ് ആയി. ഇനി എനിക്ക് എന്തായാലും പിന്നെ കാര്യങ്ങൾ ഒന്നും കൂടെ ഫാസ്റ്റ് ആക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അൽഹംദുലില്ലാ, പഠിച്ചവന് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. All right. I'm really happy for you. Thank you so much for opening up. എന്തായാലും വളരെയധികം സന്തോഷം. നല്ല രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോട്ടെ. അതിന് വേണ്ട നല്ല കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഉഷാറായിട്ട് നല്ല രീതിയിലേക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക. എല്ലാ കാര്യങ്ങളും ബ്യൂട്ടിഫുൾ ആയിട്ട് നടക്കും. ഫൊർഗീവ്നെസ് തന്നെയാണ് അതിനുള്ള വഴി. എങ്ങനെ ഫൊർഗീവ് ചെയ്യണം എന്നുള്ളത് ഡെപ്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റി എന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം. ഡീപ്പ് ലെവലിൽ ഫൊർഗീവ് ചെയ്യുക. അതിൽ നിന്നൊക്കെ എല്ലാത്തിൽ നിന്നും ക്ലിയർ ആകും. നമ്മൾ ഒരു ഫൊർഗീവ്നെസ് നമ്മൾ നോർമലി മറ്റുള്ളവർ കൊടുക്കുന്ന ഫൊർഗീവ്നെസ് പോലെയല്ല. നമ്മൾ ഫൊർഗീവ്നെസ് കൊടുക്കുന്നത് ശരിക്കും എന്താ പറയുക, ഡെപ്തിലേക്ക് നമ്മൾ എന്ന് വെച്ചാൽ ക്ലിയർ ചെയ്ത് പോകുന്ന രീതിയിലേക്കാണ്. സോ താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? സലീമ ചോദിച്ചോളൂ. സലീമ, യു ഹാവ് എ ക്വസ്റ്റ്യൻ റൈറ്റ്? ചോദിച്ചോളൂ. സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഞാൻ 2016 മുതൽ സാർ എങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ പോവും, പിന്നെയും വരും. അതായത് അന്ന് മുതൽ ഇങ്ങനെ ജേർണൽസ് വാങ്ങുന്നു, എഴുതണം എന്ന് വിചാരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ചെറുപ്പം മുതൽ എന്നെ കൊണ്ടൊന്നിനും പറ്റൂല അങ്ങനെയുള്ളൊരു ഇത് കേട്ട് വന്നതുകൊണ്ട് തന്നെ അതായിരിക്കാം. അപ്പൊ എന്ത് ജോലി ചെയ്യുമ്പോഴും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്റെ ഒരു വർക്ക് വരുന്ന സമയത്ത് എന്റെ സ്വന്തം പേഴ്സണലി ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഇപ്പം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിരുന്നു, ഫാഷൻ ഡിസൈനർ ആണ്, ബൊട്ടിക്കിലൊക്കെ പോയിരുന്നു. ടൈമിന്റെ ഇഷ്യൂ കണ്ട് ഇപ്പൊ നിർത്തിയത്. മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുകൊണ്ട് ഒരു 7:30, 8 o'clock ഒക്കെ ആവുന്നുണ്ട്. അപ്പൊ ഇപ്പൊ വീട്ടിൽ നിന്ന് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ, ബിസിനസ് തുടങ്ങാന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും എന്റെ ടൈം മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. പിന്നെ ബാക്കി സമയം എന്തെങ്കിലും കാരണത്താൽ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടോ അങ്ങനെ പോകും. പിന്നെ ഒരു ഡാഡ ലാസ്റ്റ് ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കാന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ആസ് യൂഷ്വൽ ഡേ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നല്ലോ. സലീമ എവിടെ സ്ഥലം? കോഴിക്കോട് വെള്ളിപ്പറമ്പ്. ഓക്കെ. സോ സലീമ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അതേപോലെ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുകയാണ്, ആക്ച്വലി ദിസ് ഈസ് നോട്ട് എ നോർമൽ ടൈം മാനേജ്മെന്റ് ഇഷ്യൂ. ടൈം മാനേജ്മെന്റ് ഇഷ്യൂ അല്ല ഇത്. നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ഓവർവെൽമഡ് ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് തന്നെ നമ്മൾ എന്താണ്, ഓവർവെൽമഡ് ആണ്. നമുക്ക് സ്ട്രെസ് ആണ്. സ്വർണ്ണ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ള സ്ട്രെസ്. ഇത് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ എനർജി എന്നത് ഡൗൺ ആവും. ഈ ഡൗൺ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പലപ്പോഴും നമ്മുടെ ടൈം എന്താ വെച്ചാൽ പലതിനും വേണ്ടിയിട്ട് ഓടി അങ്ങോട്ട് ഓടി ഒന്നും നടക്കുന്നില്ല. ഇതിനിടയിൽ പല സ്ഥലങ്ങളിൽ നമ്മുടെ ടൈം എന്താവുന്നു, പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുന്നു. പല സ്ഥലത്തും വേസ്റ്റ് ആയി പോകുന്നു. ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ടോ? നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഒരുപാട് പെൻഡിങ് വർക്ക്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ പിന്നെ തന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് എമർജൻസി ഉള്ളത് എങ്ങനെയും ചെയ്തു കൊടുക്കുക. അത് ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ ഉറക്കൊഴിഞ്ഞിട്ടാണെങ്കിലും എന്നോട് പറയും എല്ലാവരും നല്ല പൊട്ടൻഷ്യലാണ്, ഉഷാറാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുക. എന്നാലും ടൈം മാനേജ് ചെയ്ത് ചെയ്യില്ല. അപ്പൊ അത് എന്തുകൊണ്ട് വെച്ചാൽ നമ്മുടെ മൈൻഡ് കാം അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ കിടന്ന് അതെല്ലാം അലങ്കോലമായാണ് ഇപ്പൊ കിടക്കുന്നത്. ഒന്നിനും ഒരു കറക്റ്റ് ഓർഡർ ഇല്ല. അപ്പൊ മൈൻഡിലേക്ക് നമ്മൾ എപ്പോഴും വേണ്ടത് വെച്ചാൽ നമ്മളുടെ കറക്റ്റ് ഒരു ഓർഡറിലേക്ക് എത്തണം. അതിനെന്ത് ചെയ്യണം? ചിന്തകളെ മനസ്സിനുള്ളിൽ അടുക്കി വെക്കാൻ കഴിയണം. ചിന്തകളെ മനസ്സിനുള്ളിൽ അടുക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു റൂം ഉണ്ടെന്ന് വെച്ചോ, വീട്ടിലൊരു റൂം. നമ്മുടെ ആ റൂമിലേക്ക് ചെല്ലുമ്പം ആ റൂമിൽ മൊത്തം അലങ്കോലായി കിടക്കുക. അവിടെ ഡ്രസ്സ്, ഇവിടെ ചപ്പുചവറുകൾ, ഇവിടെ വേസ്റ്റ്, അത് ഇത് സംഗതികൾ കുറെ പൊടി പിടിച്ച് കിടക്കുന്ന ആ റൂമിലേക്ക് കയറിയാൽ തന്നെ നമുക്ക് നല്ല സന്തോഷമാണ് ഉണ്ടാവുക. നമുക്കൊരു എന്താ ഉണ്ടാവുക, നമുക്ക് റൂമിൽ കയറുന്നതിന് മുൻപ് ഒന്നും വേണ്ട, വേഗം വാതിലടച്ച് അതങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. ഒക്കെ ക്ലിയർ ആക്കണം, ഒക്കെ ക്ലീൻ ആക്കിയിട്ടേ ചെയ്യുള്ളൂ എന്നുള്ളൊരു പ്രശ്നം. നേരെ എന്ത് ചെയ്യും, ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, ക്ലീൻ ചെയ്തിട്ട് റെഡി ആക്കി നമുക്ക് ജീവിക്കാൻ നോക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നേരെ വാതിലടച്ചിട്ട് അതവിടെ മാറ്റി വെക്കും. അല്ലെങ്കിൽ അത് ആ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാം. ഈ മാറ്റി വെക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അലങ്കോലമായി കിടക്കുന്ന മൈൻഡുള്ള ഒരാൾക്ക് എന്താ വെച്ചാൽ പലതും നീട്ടി വെക്കാനാണ് തോന്നുള്ളൂ. അപ്പൊ മൈൻഡിനെ എന്താ വെച്ചാൽ നമ്മൾ ക്ലിയർ ആക്കി വെക്കണം. അപ്പൊ അവിടെ എന്താ വെച്ചാൽ ക്ലിയർ ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പൊടി മൊത്തം നമ്മൾ എന്താ ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന വീട്ടിലുള്ള സാധനങ്ങൾ മൊത്തം വലിച്ചിട്ട് അതേ പൊടി മൊത്തം തുടച്ചു കളയും. അതിലുള്ള പൊടി തുടച്ചു കളയും. ഓരോ വസ്തുക്കളെയും പൊടികൾ തുടച്ചു കളയും. പിന്നെ റൂം മൊത്തം തുടച്ചു കളയും. പറഞ്ഞോ, എന്നിട്ട് നമ്മൾ ഓരോ ഭാഗത്ത് ഇങ്ങനെ അടുക്കി വെക്കും. ഐ റൈറ്റ്? ാണ് മൈൻഡിന്റെ കാര്യത്തിൽ എല്ലാവരും ചെയ്യേണ്ടത്. അതായത് നമ്മളുടെ പൊടി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പൊടി പിടിച്ച് കിടക്കുന്ന നമ്മുടെ ട്രോമകളാണ്. അപ്പൊ ഈ ട്രോമ പറഞ്ഞാൽ നമ്മുടെ പെയിൻഫുൾ ആയിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസും ഇത് മൊത്തം തുടച്ചു കളയണം. ഓരോ സംഗതികൾ എടുക്കണം.
ഓരോ സംഗതികൾ എടുത്തിട്ട് നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഓരോ ടാസ്കുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ അതിനോട് കണക്റ്റഡ് ആയിരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും, പഴയതും പുതിയതും അല്ലെ. ആ റൂമിനുള്ളിൽ പഴയ സംഗതികൾ ഉണ്ടാവും, പണ്ടത്തെ കുറെ നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന കുറെ എടുത്ത് കളയേണ്ടതുണ്ട്, കുറെ എടുക്കേണ്ടതുണ്ട്, നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാവും, ഭാവിയിലേക്ക് ആവശ്യമുള്ളത്, പിന്നെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഇതെല്ലാം പൊടി പൊടിച്ചെടുക്കും. ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് ഓരോന്നോരോന്നേരം അടുക്കി വെക്കുന്ന പോലെ തന്നെ പഴയ കുറേ സംഗതികളുണ്ട്, എടുത്ത് കളയേണ്ട നമ്മുടെ കുറെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം എടുത്ത് കളഞ്ഞ് കുറച്ച് ആവശ്യമുള്ള പഴയത് നമുക്ക് ആവശ്യമുള്ള എടുത്ത് വെച്ച് അതെല്ലാം ലെസൺസ് ഒക്കെ എടുത്ത് വെച്ച് ഇതൊക്കെ അടുക്കി വെച്ച് ചിന്തകളൊക്കെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചിന്തകൾ എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ ഓരോന്നും നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാം, നമ്മുടെ മൈൻഡിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫ്രീ ഫീൽ ചെയ്യണം. ആ ഫ്രീ ഫീൽ ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. അതൊരിക്കലും എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല, വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരാൻ കഴിയില്ല. അത് ചെയ്തവർക്ക് അറിയാം. എത്ര പേരുണ്ട് നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ദേ നോ ദാറ്റ് റൈറ്റ്. നിങ്ങൾ ആ ക്ലീനിങ് നടത്തിയപ്പോൾ, ആ ഒരു പ്യൂരിഫിക്കേഷൻ നടത്തിയപ്പോൾ, ട്രോമ ടാപ്പിംഗ് ചെയ്തിട്ട് ട്രോമാസ് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് വന്നപ്പോൾ ചിന്തകൾ ഓരോന്നോരോന്നായിട്ട് പതിയെ ഇങ്ങനെ അടുക്കി വെക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഇല്ലേ? എസ് ഓർ നോ? നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർ പറയണം, യു ഹാവ് ടു ടെൽ മീ ദ ലൈക്ക് യുനോ എസ് ഓർ നോ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പൊ അത് എന്താ വെച്ചാൽ ആ സെയിം സംഗതികൾ എന്ത് ചെയ്യുക, ഷിഹാബ് പറയുന്നു യെസ്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ കിട്ടും. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാമിലേക്ക് വരാൻ പറയുന്നത്. സലീം ഒരു കാര്യം ചെയ്യും, ഇമ്മീഡിയറ്റ്ലി ജോയിൻ ടു ദ പ്രോഗ്രാമിലേക്ക് വരും. ജോയിൻ ചെയ്തിട്ടുണ്ട് സാർ, ഇനി വൈകിച്ചിട്ട് കാര്യമില്ല. ഓൾറെഡി ജോയിൻ ചെയ്തോ? Yeah. ഐ മീൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? ബുക്ക് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്, വെരി ഗുഡ്, വെൽ ഡൺ. അപ്പൊ എന്താ ജോയിൻ ചെയ്തത് നിങ്ങള്? ഞാൻ ലാസ്റ്റ് 27th ജോയിൻ ചെയ്തു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്, റൈറ്റ് ഡിസിഷൻ. നവംബർ 27 വറീഡ് ആവണ്ട. അപ്പൊ ഇതാണ് ഇഷ്യൂ കേട്ടോ. ഈ ഇഷ്യൂ നമുക്ക് ക്ലിയർ ചെയ്യാം. നമ്മുടെ മൈൻഡിൽ അടുക്കി മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാം. കൗൺസിലിംഗ് തന്നതിന് ശേഷമാണ് ഞാൻ എന്തായാലും മാമിന്റെ ഫ്രീ കൗൺസിലിംഗ് കിട്ടിയിരുന്നു അല്ലെ? ആർക്കെങ്കിലും കൗൺസിലിംഗ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ ഭയങ്കര സങ്കടം വരെ വേറെ ആരെങ്കിലും ആരാണത്? ഹൈദർ അലി. ഹൈദർ അലി സാർ പറഞ്ഞോളൂ. ഹൈദർ അലി പറഞ്ഞോളൂ സാർ. സാറേ ഞാൻ EFT ചെയ്തതാണ്. 2016 അജിത് സാറിന്റെ ക്ലാസ് കോഴ്സ് ചെയ്ത ആളാണ്. അതിനുശേഷം നമ്മളെ റാവിസ് കവിൽ നടന്നിട്ടുള്ള കോഴ്സും ചെയ്ത ആളാണ്. അപ്പൊ അതിനുശേഷം ഞാൻ ഒരുപാട് സ്ട്രഗിൾ, ഒരുപാട് ട്രോമാസും ഞാൻ അനുഭവിച്ച ആളാണ്. എന്റെ ലൈഫിൽ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുറെ ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ കുറെ ചെയ്തിട്ട് കുറെ സമാധാനം കിട്ടുന്നുണ്ട്. കുറെ സമാധാനം കിട്ടും, പിന്നെ താഴത്തേക്ക് പോകും, പിന്നെ കിട്ടും, പിന്നെയും താഴത്തേക്ക് പോകും. അങ്ങനെയുള്ള ഒരു വിഷയമാണ് ഇപ്പൊ എനിക്കുള്ളത്. ഇപ്പൊ എന്താ വെച്ചാല് ഞാൻ സത്യം വീട്ടിൽ നിന്നൊക്കെ മാറിയിട്ട് റൂം എടുത്തിട്ട് ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് മൂവി ടെക്നിക് ഞാൻ സ്വന്തമായിട്ട് ചെയ്തു എന്നുള്ളതാണ്. എനിക്കത് ക്ലിയർ ആവണമെന്ന് വിചാരിച്ചു. അതിൽ കുറെ കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്ത് പോയി എന്നുള്ളത് ശരിയാണ്. എങ്കിലും എനിക്ക് എന്നുള്ള പ്രശ്നം വെച്ചാല് എന്താ ഒരു കൺഫ്യൂഷൻ ആണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. എന്താന്ന് വെച്ചാല് എനിക്ക് എന്താ പറയാ, എന്താണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനോട് ചെയ്യാൻ ഒരു സാറ്റിസ്ഫാക്ഷനോട്, ഒരു ഉഷാറോടുകൂടി, ഒരു എനർജറ്റിക് ആയിട്ട് നമുക്ക് ഇറങ്ങാനോ പ്രവർത്തിക്കാനോ കഴിയുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. പിന്നെ എനിക്ക് സെൽഫ് ലവ് കുറവാണ്. അതിന് ഞാൻ കുറെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും പിന്നെ എന്തായി പോവാണ്. പിന്നെ ചിട്ടയിൽ ഞാൻ കുറെ ദിവസമൊക്കെ ചെയ്യും കാര്യങ്ങള്, പിന്നെ ഞാൻ വീണ്ടും ചിട്ട നഷ്ടപ്പെടും. കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ടാപ്പിങ് ചെയ്യും. ഇപ്പൊ എനിക്ക് ടാപ്പിങ് ചെയ്താലും വലിയൊരു ഫീലിംഗ് വരാത്ത പോലെ തോന്നും. അതാണ് എന്റെ പ്രശ്നം. ഇനി വല്ല പരിഹാരം ഉണ്ടോ? ഇതിനുള്ള മെയിൻ പരിഹാരം എന്താ വെച്ചാൽ സെൽഫ് ഫോർഗിവ്നെസ് നന്നായിട്ട് കൊടുക്കണം. അത് കൊടുക്കാറുണ്ടോ? ഞാൻ കൊടുത്ത് എന്റെ കണ്ടമാനം ഞാൻ എന്നെ കണക്കുണ്ടാവില്ല. കരയാത്ത രീതിയിൽ കൊടുക്കാൻ കഴിയണം സെൽഫ് ഫോർഗിവ്നെസ്. എനിക്ക് ചില ഇമോഷണൽ സങ്കടം വരും. എനിക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് എന്നിട്ട് എനിക്ക് എന്താ ചെയ്തിട്ടും ആവാതെ വന്നിട്ട് ലാസ്റ്റ് ഞാൻ സങ്കടം, ദേഷ്യം, പിന്നെ നിരാശ, പിന്നെ വെറുപ്പ്, ഈ 4 സാധനം എടുത്തിട്ട് ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പൊ എനിക്ക് കുറച്ച് ദിവസത്തിന് നല്ല സുഖം ഉണ്ടായിരുന്നു. വീണ്ടും എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങൾ കുറെ സാമ്പത്തികമായിട്ട് കുറച്ച് പരാജയമൊക്കെ സംഭവിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ കയ്യിന്നൊക്കെ പോയി.
പിന്നെ നാട് വിട്ടുപോയി, അങ്ങനെ പല വിഷയങ്ങളും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെന്താ വെച്ചാല് നിങ്ങൾക്ക് സാധാരണ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതിന് ഒരു പരിധിക്ക് അപ്പുറം ഉണ്ടായിട്ടുണ്ട് ട്രോമ. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നതും. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നത് വെച്ചാല് നിങ്ങൾക്കിപ്പോ ഒരു വഴി കയ്യിലുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളിപ്പോ ചെയ്ത പോലെ തന്നെ എത്ര ദിവസം എടുത്താലും വേണ്ടില്ല, ഇരുന്ന് ടാപ്പ് ചെയ്യാം. ഇരുന്ന് ടാപ്പ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് ക്ലിയർ ചെയ്യുക. അത് തന്നെയാണ് ചെയ്യാനുള്ള വഴി. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വഴി തന്നെയാണ്. അത് നന്നായിട്ട് ഒന്നും നിങ്ങൾ ചെയ്തിട്ട് ഉഷാറായിട്ട് അങ്ങ് ചെയ്തോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. ബാക്കി കാര്യം പക്ക റിസൾട്ടിലേക്ക് എത്തിക്കോളും. നിങ്ങൾ വറീഡ് ആവും കേട്ടോ. റെഡി ആയിട്ട് വന്നോളൂ. അതിനെക്കുറിച്ച് വറീഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ് പോണത്. നിങ്ങൾ സെപ്പറേറ്റ് റൂമൊക്കെ എടുത്തിട്ട് ഹീലിംഗ് ചെയ്യുന്നുണ്ടെന്നല്ല പറഞ്ഞല്ലോ, അത് തുടരുക. അത് നല്ലതാണ്. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആ സംഗതികൾ ക്ലിയർ ചെയ്ത് നല്ലതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് ചെയ്യേണ്ടത് നല്ലതാണ്. അപ്പൊ വീട്ടിൽ അതിന്റെ ഒരു സ്പേസ് ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് പ്രൈവറ്റ് സ്പേസ് കിട്ടുന്നില്ല, സപ്പോർട്ടിങ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ടേക്ക് ഇറ്റ് ആൻഡ് ഡു ഇറ്റ്. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ്. പിന്നെ ഒരു എന്താ പറയാ, ഒരു മെന്റർ എപ്പോഴും കൂടെ കൂട്ടുക. ഓക്കെ, ഒരു മെന്ററെ കൂടെ കൂട്ടുക. ലോങ് ടേം മെന്റർഷിപ്പ് എടുക്കുക, ബിസിനസിന്റെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പണം മുടക്കിയിട്ട് ലോങ് ടേം മെന്റർഷിപ്പ് എടുത്തിട്ട് എന്ത് വെച്ചാല് കറക്റ്റ് ആയിട്ട് മെന്ററുടെ കീഴിൽ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നിന്നിട്ട് പോവുക. അതാണ് ഏറ്റവും നല്ലത്. പ്രോഗ്രാം ഉണ്ട്, ഏകദേശം നിൽക്കുന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എന്ത് ജോയിൻ ചെയ്യാം. അതിന് ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ പേഴ്സണൽ ഒരു സിറ്റിംഗ് അനുവദിക്കാൻ കഴിയുമോ? പേഴ്സണൽ ആയിട്ടുള്ള സിറ്റിംഗോ? അതെ അതെ അതെ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ട് കേട്ടോ. ഉണ്ട്. ഈ പ്രോഗ്രാമിന്റെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 1 ഇയർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, നമ്മുടെ മെന്റേഴ്സിനോട് ചോദിച്ചാൽ മതി കേട്ടോ. 1 ഇയർ പ്രോഗ്രാമാ? 1 ഇയർ പ്രോഗ്രാം കേട്ടോ. അത് 1 ഇയർ ഉണ്ട്, 6 months ഉണ്ട്. ഓരോ പാക്കേജ് ഡിഫറെന്റ് നിങ്ങൾക്ക് എടുക്കാം. എനിവേ, താങ്ക് യു. ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. റൂബി, എനി ക്വസ്റ്റ്യൻസ്? നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഏതാണ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ് ആയിട്ട് EFT വരുന്നുണ്ട് കേട്ടോ. ഷിയാബ് നമ്മുടെ കോഴ്സ് ചെയ്തിരുന്നോ? ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മുടെ കോഴ്സ് വരുന്നുണ്ട്. EFT ഓഫ്ലൈൻ വരുന്നുണ്ട് കേട്ടോ. വരുന്ന സമയത്ത് അറിയിക്കാം. ഓക്കെ, സോ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം വീണ്ടും കാണാം. നാളെ നമ്മൾ സീരീസ് ആരംഭിക്കുകയാണ്. ഏതാ സീരീസ് എന്നറിയോ? ചാലഞ്ചസ് വെൻ വി. നമ്മൾ ഇതിനു മുൻപ് സ്റ്റോപ്പ് ചെയ്തൊരു സീരീസ് ഉണ്ട്, ഓർമ്മയുണ്ടോ? നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിനെ കുറിച്ച് പറഞ്ഞിട്ട്. ഓക്കെ, അതിൽ കുറച്ച് പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ബാക്കി പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ എക്സൈറ്റഡ്. ഐ എം ഗോയിങ് കം ബാക്ക് ആൻഡ് വി ആർ ഗോയിങ് ടു ഹാവ് എ ഗ്രേറ്റ് ടൈം. See you tomorrow. Thank you. Have a great day. അടിപൊളി ഒരു സൺഡേ എൻജോയ് ചെയ്യട്ടോ. എൻജോയ് വിത്ത് യുവർ ഫാമിലി. അടിച്ചു പൊളിക്കുക, ഉഷാറാക്കുക. എൻജോയ്. Thank you, sir. Thank you so much. Thank you. Thank you. Very great. Thank you. Thank you so much. Thank you, sir. Thank you. Love you. Thank you. Thank you, sir.